യെസ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ 8ാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. IUPAC നോമൻക്ലേച്ചർ A to Z ഓർഗാനിക് കെമിസ്ട്രിയിലെ മുഴുവൻ കോമ്പൗണ്ടുകളുടെയും IUPAC നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടും നെക്സ്റ്റ് ഒരു പാർട്ടിലും കൂടിയായിട്ട് IUPAC നോമൻക്ലേച്ചർ കംപ്ലീറ്റ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലോ കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. ഇപ്പോൾ സൈക്ലോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ റിംഗ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാലോ. അതിൽ തന്നെ സൈക്ലോ ആൽക്കെയിൻ, സൈക്ലോ ആൽക്കീൻ, സൈക്ലോ ആൽക്കൈൻ എന്നിങ്ങനെയൊക്കെ ഉണ്ട്. സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ സൈക്ലോ ആൽക്കെയിൻ ആണ്, ഡബിൾ ബോണ്ട് വന്നാൽ സൈക്ലോ ആൽക്കീൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ സൈക്ലോ ആൽക്കൈൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈക്ലോ ആൽക്കെയിനിനെ കുറിച്ചാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ, ആദ്യം അതിൻ്റെ കോമൺ നെയിമാണ് പറയുന്നത്. കോമൺ നെയിം പോളിമെത്തിലീൻ എന്നാണ്, മറക്കരുത് മോനെ, പോളിമെത്തിലീൻ എന്നാണ് ഇവന്റെ പേര്, പോളിമെത്തിലീൻ. നിങ്ങൾ മെത്തിലീൻ ഗ്രൂപ്പിനെ കേട്ടിട്ടുണ്ടോ? ആരാടാ മെത്തിലീൻ ഗ്രൂപ്പ്? CH2 രണ്ട് ഭാഗത്ത് ബോണ്ട് വരുന്ന ആളെയാണ് നമ്മൾ മെത്തിലീൻ എന്ന് പേര് വിളിക്കുക. അപ്പൊ ഏതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിലും അതിൽ CH2 എന്നായിരിക്കുമല്ലോ ഓരോ സൈക്ലിക് കോമ്പൗണ്ടിന്റെയും ഓരോ കാർബണുകളുടെയും വാലൻസി വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പോളിമെത്തിലീൻ എന്നാണ് കോമൺ നെയിം വിളിക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ഇയാളൊന്ന് നോക്കിക്കേ. ഇയാളുടെ പേര് IUPAC നെയിം കൂടി ഞാനൊന്ന് പറയുന്നുണ്ട്. IUPAC നെയിമിൽ അതിന്റെ പ്രിഫിക്സ് ആയിട്ട് എന്ത് ചേർക്കണം എന്ന് നിങ്ങൾക്കറിയാം. സൈക്ലോ എന്ന് പ്രിഫിക്സ് ചേർക്കണം എന്ന് നമുക്കറിയാം, അറിയാവുന്ന കാര്യമാണ് സൈക്ലോ. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി മോനെ, എത്ര കാർബൺ ഉണ്ട്? ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ഒരു കാർബൺ, 3 കാർബൺ ആണല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ പേര് പറയുക സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ്. അറിയാലോ, സൈക്ലോ പ്രൊപ്പെയിൻ. ഞാൻ ബ്രാക്കറ്റിൽ അതിന്റെ IUPAC നെയിമിന് പുറമെ കോമൺ നെയിം പറയുന്നുണ്ട്. പോളിമെത്തിലീൻ എന്നാണല്ലോ ഇവന്റെ കോമൺ നെയിം. ഇവിടെ എത്ര മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്? 1, 2, 3 കാർബൺ ഉണ്ട്. ഓരോ കാർബണും CH2 ഗ്രൂപ്പാണ്. അപ്പൊ ഇവന്റെ പേര് ട്രൈമെത്തിലീൻ എന്നാണ്. പഠിച്ചില്ലടാ? ട്രൈമെത്തിലീൻ പഠിച്ചില്ലേ? ഇവന്റെ IUPAC നെയിം സൈക്ലോബ്യൂട്ടെയിൻ ആണെന്ന് നമുക്കറിയാം. സൈക്ലോബ്യൂട്ടെയിൻ 4 കാർബൺ ആണ്, സൈക്ലിക് ആണ്, അതുകൊണ്ട് സൈക്ലോബ്യൂട്ടെയിൻ. എന്തായിരിക്കും അവന്റെ കോമൺ നെയിം? ടെട്രാമെത്തിലീൻ എന്നായിരിക്കും കോമൺ നെയിം. ശരിയല്ലടാ? ടെട്രാമെത്തിലീൻ എന്നാണ് ഇവന്റെ കോമൺ നെയിം വരിക. അടുത്തത് പെൻഡാമെത്തിലീൻ, ഹെക്സാമെത്തിലീൻ ആൻഡ് സോ ഓൺ. അതുകൊണ്ട് കോമൺ നെയിം ഞാൻ തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചർച്ചകളിലെല്ലാം നമ്മൾ IUPAC നെയിമാണ് ചർച്ച ചെയ്യുന്നത്. കേൾക്കടാ മോനെ, അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. സൈക്ലോ എന്ന് പ്രിഫിക്സ് ചേർക്കണം. 5 കാർബൺ ഉണ്ട്, സൈക്ലോ പെൻഡെയിൻ. ശരിയല്ലേ? വീഡിയോയുടെ ലെങ്ത് കുറയാൻ വേണ്ടിയാണ് ഞാൻ കോമ്പൗണ്ടുകളെല്ലാം ആദ്യമേ വരച്ച് സ്ലൈഡ് റെഡിയാക്കി വെച്ചത്. മാത്രമല്ല കോമ്പൗണ്ടുകളൊന്നും വിട്ടുപോവാതിരിക്കാനും നിയമങ്ങൾ അതാത് സമയത്ത് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നാൽ മതിയല്ലോ. കോമ്പൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടോട്ടൽ വീഡിയോയുടെ ലെങ്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോമ്പൗണ്ടുകൾ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ കൂടെ എത്തുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നും. വീഡിയോ പോസ് ചെയ്ത് കോമ്പൗണ്ടുകളെ വരച്ചെടുത്ത് കൃത്യമായി പേരൊക്കെ കൊടുത്ത് പഠിച്ചാൽ നീറ്റ് സെറ്റാണ് മോനെ. ശരിക്കും വൃത്തിക്ക് പഠിച്ചോ. ഇനി ഞാൻ സൈക്ലോ കോമ്പൗണ്ടുകളിൽ ബ്രാഞ്ച് വരുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് സൈക്ലിക് കോമ്പൗണ്ടിലെ ബ്രാഞ്ച് ആണെന്ന് നമുക്കറിയാലോ. ബ്രാഞ്ച് വന്നാൽ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ ആൻഡ് സോ ഓൺ പേര് കൊടുക്കണം എന്നും നമുക്കറിയാം. അപ്പൊ ഇവന്റെ പേര് നോക്കിക്കോ. മീഥൈൽ എന്ന് ബ്രാഞ്ചിന്റെ പേര് കൊടുത്തു, സൈക്ലോ പ്രൊപ്പെയിൻ എന്നിവന്റെ പേരും കൊടുത്തു. മീഥൈൽ, സൈക്ലോ പ്രൊപ്പെയിൻ. ശരിയല്ലേ മോനെ? അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. 2 കാർബൺ ഉണ്ട് ബ്രാഞ്ചായിട്ട്. അപ്പൊ എന്തായിരിക്കും പേര്? ഈഥൈൽ സൈക്ലോ പ്രൊപ്പെയിൻ. ശരിയല്ലടാ? ഈഥൈൽ സൈക്ലോ പ്രൊപ്പെയിൻ എന്ന് പേര് പറയും. ഡീലല്ലേ മോനെ? ഈഥൈൽ സൈക്ലോ പ്രൊപ്പെയിൻ. അടുത്ത കോമ്പൗണ്ട് എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3 കാർബൺ ഉണ്ട്. ശരിയല്ലടാ? അപ്പൊ 3 കാർബൺ വന്നാൽ ബ്രാഞ്ചിന്റെ പേര് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ബ്രാഞ്ചിന്റെ പേര് എന്തായിരിക്കും? പ്രൊപ്പൈൽ എന്നായിരിക്കും. അപ്പൊ പേരിങ്ങനെയാണ്. സ്ഥലപരിമിതി കാരണം ഞാൻ താഴോട്ട് എഴുതുന്നുണ്ട്. പ്രൊപ്പൈൽ സൈക്ലോ പ്രൊപ്പെയിൻ, സൈക്ലോ പ്രൊപ്പെയിൻ. ശരിയല്ലേ കുഞ്ഞെ? പ്രൊപ്പൈൽ സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ്. ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. പ്രൊപ്പൈൽ 2 വിധത്തിലുണ്ടല്ലോ. നോർമൽ പ്രൊപ്പൈൽ ഉണ്ട്, ഐസോ പ്രൊപ്പൈൽ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് നോർമൽ പ്രൊപ്പൈലാ. നോർമൽ പ്രൊപ്പൈലിനെ എൻ പ്രൊപ്പൈൽ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. പ്രൊപ്പൈൽ എന്ന് വെറുതെ പറഞ്ഞാൽ അത് നോർമൽ പ്രൊപ്പൈൽ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ അടുത്ത ആളൊന്ന് നോക്കിയേ നിങ്ങൾ. 1, 2, 3 കാർബൺ ഉണ്ട്. 3 കാർബൺ വരുന്നതിലെ 2ാമത്തെ കാർബണിലാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ ഇത് ബ്രാഞ്ച് ഇൻ ബ്രാഞ്ച് ആണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങൾക്ക് മുമ്പ് പഴയ ഒരു ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്പറിങ് ചെയ്യേണ്ടത് കറക്റ്റ് ഇങ്ങനെയല്ല. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 എന്നല്ല നമ്പർ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പാരന്റൽ കാർബണുമായിട്ട്
ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബണിന് 1 എന്ന് നമ്പർ കൊടുക്കൽ നിർബന്ധമാണ്. അതിവിടെയാണ്. പാരന്റൽ ചെയിനുമായിട്ട് ലിങ്ക് ചെയ്ത ബ്രാഞ്ചിലെ കാർബണിന് 1 എന്ന് കൊടുക്കൽ നിർബന്ധമാണ്. ടെർമിനലിലെ കാർബണിനല്ല 1 കൊടുക്കേണ്ടത്. ഇനി എങ്ങോട്ട് പോയാലാണ് കൂടുതൽ നമ്പർ ഓഫ് കാർബൺ കിട്ടുക നോക്കുക. എങ്ങോട്ട് പോയാലും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്. അപ്പൊ ഇത് വീണ്ടും ബ്രാഞ്ചായി. ശരിയല്ലേ? അപ്പൊ ഇത് ബ്രാഞ്ച് ഇൻ ബ്രാഞ്ച് ആണ്. ഇതിനെ നമ്മൾ കോംപ്ലക്സ് ബ്രാഞ്ചഡ് കോമ്പൗണ്ട്സ് എന്ന് പേര് പറയും. എങ്ങനെയാണ് ബ്രാഞ്ച് ഇൻ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നത്? ഈ ബ്രാഞ്ചിന്റെ മൊത്തത്തിലുള്ള പേര് 1 മീഥൈൽ ഈഥൈൽ എന്നാണെന്ന് നമുക്കറിയാം. 1 മീഥൈൽ ഈഥൈൽ. കാര്യം എന്താ? ഒന്നാമത്തെ കാർബണിൽ മീഥൈലുള്ള ഒരു ഈഥൈൽ ഗ്രൂപ്പ്. അവർ മൊത്തത്തിൽ ബ്രാഞ്ച് ആണല്ലോ. 1 മീഥൈൽ ഈഥൈൽ. ഈഥൈലാണ് ഇവിടുത്തെ ബ്രാഞ്ച്. അതിലെ ഒന്നാമത്തെ കാർബണിൽ വീണ്ടും ഒരു മീഥൈൽ ബ്രാഞ്ച് കൂടെ ഉണ്ട് എന്നാണല്ലോ അതിനർത്ഥം. അപ്പൊ ഇതിന്റെ പേര് അങ്ങനെ വരും. 1 മീഥൈൽ ഈഥൈൽ, 1 മീഥൈൽ ഈഥൈൽ എന്ന് ബ്രാഞ്ചിന്റെ പേര് വരും. ടോട്ടൽ പാരന്റൽ ചെയിൻ സൈക്ലോപ്രൊപ്പൈൻ ആണ്. 1 മീഥൈൽ ഈഥൈൽ സൈക്ലോപ്രൊപ്പൈൻ എന്ന ആൻസർ വരും. കിട്ടിയില്ലേ മോനെ? ഇതിനെ തന്നെ ഈ 1 മീഥൈൽ ഈഥൈൽ എന്നതിനെ മൊത്തത്തിൽ നമുക്ക് 1 മീഥൈൽ ഈഥൈൽ എന്നതിനെ നമുക്ക് മൊത്തത്തിൽ എന്ത് പേര് പറയാം? 1 മീഥൈൽ ഈഥൈൽ എന്നതിനെ മൊത്തത്തിൽ നമുക്ക് ഐസോപ്രൊപ്പൈൽ എന്ന് പേര് പറയാം. പ്രൊപ്പൈൽ 2 വിധത്തിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ. ഒന്ന് നോർമൽ പ്രൊപ്പൈലും ഉണ്ട്, മറ്റൊന്ന് ഐസോപ്രൊപ്പൈലും ഉണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ മറ്റൊരു പേരായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഐസോപ്രൊപ്പൈൽ, ഐസോപ്രൊപ്പൈൽ സൈക്ലോപ്രൊപ്പൈൻ. പഠിച്ചില്ലേ? ഞാൻ നിങ്ങൾക്ക് അന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഐസോ എന്ന വാക്കും നിയോ എന്ന വാക്കും IUPAC ഒബേ ചെയ്തിട്ടുള്ള വാക്കുകളാണ്. IUPAC അംഗീകരിച്ചിട്ടുള്ള വാക്കുകളാണ്. സെക് എന്ന വാക്കും ടേർട്ട് എന്ന വാക്കും IUPAC അംഗീകരിച്ച വാക്കുകളല്ല. ഐസോയും നിയോയും IUPAC അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1 മീഥൈൽ ഈഥൈൽ എന്ന് പറയണമെന്നില്ല. അതിന്റെ പേരായിട്ട് ഐസോപ്രൊപ്പൈൽ എന്ന് ജനറലി പറഞ്ഞാലും കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് പേരിട്ട് നോക്കണേ. ഞാൻ പറയുന്നതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിരുത്തിയിട്ട് വേണം ചെയ്തു നോക്കാൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ റിങ്ങും ഉണ്ട് ചെയിനും ഉണ്ട്. ലാസ്റ്റ് കോമ്പൗണ്ട് ആണ് ഈ സ്ലൈഡിൽ കാണുന്ന ലാസ്റ്റ് കോമ്പൗണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ ഒരു റിങ്ങും ചെയിനും ഇല്ലേ? ഇതാണ് റിങ്, സൈക്ലിക് കോമ്പൗണ്ട്. ഇത് ചെയിനാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ റിങ്ങിൽ എത്ര കാർബൺ ഉണ്ട്? റിങ്ങിൽ 3 കാർബൺ ആണുള്ളത്. ചെയിനിലോ? ചെയിനിൽ 4 കാർബൺ ഉണ്ട്. നമ്പർ ഇട്ടാൽ നമുക്ക് മനസ്സിലാകും. ചെയിനിലെ 4 കാർബണുകൾ 1 ഇതാ, ശരിയല്ലടാ, 2 3 4 അങ്ങനെ 4 കാർബൺ ആണല്ലോ ഈ ചെയിനിലുള്ളത്. അപ്പൊ റിങ്ങിലുള്ളതിനേക്കാൾ കൂടുതൽ ചെയിനിൽ കാർബൺ വന്നാൽ പിന്നെ ഈ റിങ് ആണ് ഇവിടുത്തെ ബ്രാഞ്ച്. ഇതിപ്പോ ഇവിടെ ബ്രാഞ്ചായി. അപ്പൊ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ ആദ്യം സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ബ്രാഞ്ചിലാണെങ്കിൽ, കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ബ്രാഞ്ചിലാണെങ്കിൽ പിന്നെ ആ റിങ് പാരന്റ് അല്ല, അത് ബ്രാഞ്ചാണ്. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ബ്രാഞ്ചിലാണെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞതിലെ ഒന്ന് അർത്ഥത്തെ മനസ്സിലാക്കണേ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ചെയിനിലാണെങ്കിൽ, റിങ്ങിൽ അല്ലെങ്കിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണ്? റിങ് അല്ല, ഏതാണ്? ചെയിൻ ആണെങ്കിൽ ആ റിങ്ങിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പൊ ഇയാളുടെ പേരിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണേ. ഇയാളുടെ പേരിലുള്ള വ്യത്യാസം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇവിടെ ബ്രാഞ്ച് ആയിട്ട് സൈക്ലിക് കോമ്പൗണ്ടാ വന്നത്. അപ്പൊ ബ്രാഞ്ചിന് നമ്മൾ ഐൽ എന്നല്ലേ ചേർത്ത് പറയാ. ഇവിടെ സൈക്ലോപ്രൊപ്പൈൽ എന്ന ഗ്രൂപ്പാണ് ബ്രാഞ്ച്. സൈക്ലോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച്. ആ സൈക്ലോപ്രൊപ്പൈൽ ഗ്രൂപ്പ് കിടക്കുന്നത് ഒരു ബ്യൂട്ടൈനിന്റെ ഫസ്റ്റ് കാർബണിലല്ലേ? 4 കാർബൺ ഉള്ള ബ്യൂട്ടൈൻ. അപ്പൊ ഇയാളുടെ പേരൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. 1 സൈക്ലോപ്രൊപ്പൈൽ ബ്യൂട്ടൈൻ എന്ന് വേണം ഇതിന്റെ പേര് കൊടുക്കാൻ. 1 സൈക്ലോപ്രൊപ്പൈൽ ബ്യൂട്ടൈൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇതുവരെ ഉള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് ഇപ്പൊ പഠിപ്പിച്ച കോമ്പൗണ്ടിനുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഇതുവരെയുള്ള കോമ്പൗണ്ടുകളിൽ റിങ്ങിലാണ് മോർ നമ്പർ ഓഫ് കാർബൺ, ഇപ്പൊ ചെയിനിലാണ് മോർ നമ്പർ ഓഫ് കാർബൺ. റിങ്ങിൽ മോർ നമ്പർ ഓഫ് കാർബൺ വന്നപ്പോൾ ചെയിനിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് അസ്യൂം ചെയ്തു, റിങ്ങിനെ പാരന്റ് ആയിട്ട് അസ്യൂം ചെയ്തു. റിങ്ങിൽ ലെസ് നമ്പർ ഓഫ് കാർബൺ ആണ്, ചെയിനിലാണ് മോർ നമ്പർ ഓഫ് കാർബൺ എങ്കിൽ റിങ്ങിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് അസ്യൂം ചെയ്തു, ചെയിനിനെ പാരന്റ് ആയിട്ട് അസ്യൂം ചെയ്തു. രണ്ടിടത്തും ഈക്വൽ നമ്പർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഈ 2 കോമ്പൗണ്ടുകൾ പോലെ രണ്ടിടത്തും ഈക്വൽ നമ്പർ ആണെങ്കിൽ അവിടെ ആരാണ് മെയിൻ ആയിട്ട് വരുന്നത്? സൈക്ലോപ്രൊപ്പൈൻ. സൈക്ലിക് കോമ്പൗണ്ട് തന്നെയാണ് നമ്മൾ മെയിൻ പാരന്റൽ ചെയിൻ ആയിട്ട് അസ്യൂം ചെയ്യുക. റിങ്ങിനേക്കാൾ കൂടുതൽ ബ്രാഞ്ചിൽ വന്നാൽ പിന്നെ
ആ ബ്രാഞ്ചിനെ നമ്മൾ ബ്രാഞ്ച് നല്ല പേര് പറയാം, അത് പാരന്റൽ ചെയിനായി മാറി. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെയെല്ലാമാണ് ഒരു ചെയിന് പാരന്റ് ആയിട്ട് മാറുക എന്ന് ഞാൻ വളരെ കൃത്യം നിങ്ങൾക്ക് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മനസ്സിലായില്ലേ എന്താ ഞാൻ പറഞ്ഞത്? എവിടെയെല്ലാമാണ് ചെയിന് പാരന്റ് ആയിട്ട് വരിക, സൈക്ലിക് കോമ്പൗണ്ട് എവിടെയാണ് സൈഡ് ആകുന്നത്, എവിടെയാണ് ബ്രാഞ്ച് ആകുന്നത് എന്ന് 3 സ്ഥലങ്ങളുണ്ട്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഈ കാണുന്ന കോമ്പൗണ്ടുകൾക്കൊക്കെ ഒന്ന് പേരിടണം. എടാ ഇവിടെ മുതൽ അങ്ങോട്ട് 2 ബ്രാഞ്ചുകളുള്ള ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് വരുന്നതിന് 1 എന്ന് പേര് കൊടുത്തോളാം. 1 2 3 4 ശരിയല്ലേ? അപ്പൊ ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ടല്ലോ, 2 ബ്രാഞ്ചും വന്നത് ഒരേ കാർബണിലാണ്. അപ്പൊ ഇതിന്റെ പേര് 1,1 ഡൈമീഥൈൽ. 2 മീഥൈൽ ആയതുകൊണ്ട് ഡൈമീഥൈൽ സൈക്ലോബ്യൂട്ടൈൻ. 4 കാർബൺ ആയതുകൊണ്ട് സൈക്ലോബ്യൂട്ടൈൻ. മനസ്സിലായില്ലേ? എടാ ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ക്ലോക്ക് വൈസ് എണ്ണിയാലാണോ ആന്റി ക്ലോക്ക് വൈസ് എണ്ണിയാലാണോ രണ്ടാമത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുക എന്ന് നോക്കണം. ഏതെങ്കിലും ഒരു കാർബണിന് 1 കൊടുക്കുക, എന്നിട്ട് ക്ലോക്ക് വൈസ് എണ്ണണോ ആന്റി ക്ലോക്ക് വൈസ് എണ്ണണോ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ടിൽ ക്ലോക്ക് വൈസ് എണ്ണിയാലല്ലേ രണ്ടാമത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുള്ളൂ, 3 4. ആന്റി ക്ലോക്ക് വൈസ് എണ്ണിയാൽ 1 2 3 കഴിഞ്ഞ് 4 എന്ന ആ ബ്രാഞ്ചിന് പേര് വരുള്ളൂ. അപ്പൊ കളി മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു കാർബണിന് 1 എന്ന് കൊടുക്കുക, എന്നിട്ട് ക്ലോക്ക് വൈസ് വേണോ ആന്റി ക്ലോക്ക് വൈസ് വേണോ എന്ന് ചിന്തിക്കുക. ഇതിന്റെ പേരൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 2 കാർബൺ ഉണ്ട്, 2 ബ്രാഞ്ച് ഉണ്ട്, രണ്ടിന്റെയും പൊസിഷൻ പറയണം. 1,2 ഡൈമീഥൈൽ. പിന്നെ 4 കാർബൺ ആണ്, സൈക്ലിക് കോമ്പൗണ്ട് ആണ്, സൈക്ലോബ്യൂട്ടൈൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ മോനെ? അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് നോക്കിക്കേ. 1 2 3 4 ഏതിലെ വന്നാലും 1ലും 3ലുമാണ് ബ്രാഞ്ച് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് 1,3 ഡൈമീഥൈൽ. 4 കാർബൺ ആണ്, സൈക്ലിക് കോമ്പൗണ്ട് ആണ്, സൈക്ലോബ്യൂട്ടൈൻ. ശരിയല്ലേ? അടുത്തതൊരു സൈക്ലോ ഹെക്സൈൻ ആണ്. അടുത്ത കോമ്പൗണ്ട് ഒന്ന് നോക്കി. ഇയാളൊരു സൈക്ലോ ഹെക്സൈൻ ആണല്ലോ. അതിൽ 2 ബ്രാഞ്ചില്ലടാ. ഒരു ബ്രാഞ്ച് ആരാ? മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്, മറ്റൊന്ന് ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്. മീഥൈലും വന്നാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാണ് ആദ്യം വരിക? ആദ്യം വരുന്നത് ഈഥൈലാണല്ലോ. അപ്പൊ ഈഥൈലിന് 1 എന്ന് നമ്പർ കൊടുക്കണം. ഈഥൈൽ അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് നമ്പർ കൊടുക്കണം. അപ്പൊ അവിടെ പ്രിഫറൻസ് ഈഥൈലിനാ കൂടുതൽ. എന്താ കാര്യം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈഥൈലാണ് കൂടുതൽ ആദ്യം വരിക. ഇനി ക്ലോക്ക് വൈസ് എണ്ണണം, അപ്പോഴാണ് മീഥൈലിന് ചെറിയ നമ്പർ കിട്ടുക. ടോട്ടൽ 6 കാർബണുകൾ ഉണ്ട്. പേര് പറയുമ്പോഴും നിങ്ങൾ എങ്ങനെ തന്നെ പറയണം. ഒന്നാമത്തെ പൊസിഷനിൽ ഈഥൈലുള്ള, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈലുള്ള. അപ്പൊ 1 ഈഥൈൽ 2 മീഥൈൽ, 6 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ടിനെ സൈക്ലോ ഹെക്സൈൻ എന്ന് പേര് പറയും. സിമ്പിൾ അല്ലേ? പക്ഷെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, അടുത്ത കോമ്പൗണ്ടിലുള്ള ട്വിസ്റ്റ് ഇതാണ്. ഇവിടെ 1 2, ഇവിടെ 1 2, ടോട്ടൽ 4 ബ്രാഞ്ച് ഉണ്ട്. ഞാനിവിടെ നമ്പർ കൊടുക്കേണ്ടത് 1 എന്ന് നമ്പർ കൊടുക്കേണ്ടത് ഒരേ ഒരു കാർബണിനെ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് ആ കാർബണിനൊന്ന് മനസ്സിൽ കണ്ടേ. 1 എന്ന് കൊടുക്കൽ പറ്റുന്ന ഒരു കാർബണേ ഉള്ളൂ. അതാരാണെന്ന് അറിയോ? ഇവനാണ്. എന്താ കാര്യം? ഇനിയിപ്പോ ഞാൻ ക്ലോക്ക് വൈസ് എണ്ണിയാലും ആന്റി ക്ലോക്ക് വൈസ് എണ്ണിയാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ സെയിം പൊസിഷനിലാണ്. അപ്പൊ ഇവിടുത്തെ ലോവസ്റ്റ് ലൊക്കന്റ് എന്ന് പറഞ്ഞേ 1, 3, 4. ഇവിടേക്കല്ലേ ഇപ്പോ ബ്രാഞ്ചുകൾ വന്നത്. 1ൽ 2 ബ്രാഞ്ച് ഉണ്ട്, മീഥൈലും. പിന്നെ 3ലും ഉണ്ട്, 4ലും ഉണ്ട്. നിങ്ങൾ ഇതല്ലാതെ വേറെ എങ്ങനെ കൊടുത്താലും, ഞാൻ മായ്ക്കാൻ വേണ്ടി എഴുതുന്ന സാധനമാണ്, എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ തീരാൻ വേണ്ടിയിട്ടാണ്. സാറേ ഈഥൈലിന് ഞാൻ 1 കൊടുക്കുകയാണ്. ആയിക്കോട്ടെ, നീ ഇവിടെ കൊടുത്ത 1. ഈഥൈലിന് നീ നിന്റെ ഇഷ്ടം പോലെ ഇവിടെ ഒരു 1 കൊടുക്കുക. ഓക്കെ. ഇപ്പൊ 2 എന്ന് എങ്ങോട്ട് എണ്ണണം? ആന്റി ക്ലോക്ക് വൈസ് എണ്ണാം. ആന്റി ക്ലോക്ക് വൈസ് എണ്ണി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ ഒരാളെ കിട്ടും. 3 4 5 ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ ബ്രാഞ്ച് വന്ന സ്ഥലങ്ങൾ പറ. 1ലുണ്ട്, 2ലുണ്ട്, 4ൽ 2 ഉണ്ട്. ഇതിൽ ഏതാ ലോവസ്റ്റ് ലൊക്കന്റ്? 1 1 3 4 എന്നതല്ലടാ ലോവസ്റ്റ് ലൊക്കന്റ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലാത്ത ഏത് രൂപത്തിൽ നിങ്ങൾ കൊടുത്താലും, അതായത് ഇത്രയേ ഉള്ളൂ, മീഥൈലായാലും 2 ബ്രാഞ്ച് ഒരേ കാർബണിൽ വന്നാൽ അവിടെ 1 കൊടുക്കണം. അപ്പോഴാണ് ലോവസ്റ്റ് ലൊക്കന്റ് കിട്ടുക. എന്നിട്ട് ക്ലോക്ക് വൈസ് വേണോ ആന്റി ക്ലോക്ക് വൈസ് വേണോ എന്ന് നീ നിന്റെ യുക്തിപൂർവം ചിന്തിച്ചെഴുതണം. അല്ല സാറേ ഈഥൈലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് സാറ് നേരത്തെ പറഞ്ഞതോ?
എടാ അവിടെ ആകെ ഓരോ ബ്രാഞ്ചുകളല്ലേ ഉള്ളൂ. ഇവിടെയും ഒരു ബ്രാഞ്ചാണ്, ഇവിടെ ഒരു ബ്രാഞ്ചാണ്. ഓരോരോ ബ്രാഞ്ചുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴാണ് മീഥൈലിനും ഈഥൈലിനും തമ്മിൽ ഈക്വാലിറ്റി വരുന്നതും ഈഥൈലിന് നമ്മൾ മോർ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബ്രാഞ്ചിന്റെ എണ്ണം സെയിം അല്ല, ഒരു കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ 1 കൊടുക്കലാണ് ലോവസ്റ്റ് ലൊക്കന്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. എവിടെ നമ്പർ ചെയ്താലും ലോവസ്റ്റ് ലൊക്കന്റ് സെയിം ആണ് എങ്കിലാണ് ഈഥൈൽ ഗ്രൂപ്പിന് നീ എക്സ്ട്രാ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവന്റെ പേരൊന്ന് പറയാം. 1-ലും മീഥൈലുണ്ട്, 3-ലും 4-ലും ഈഥൈലുമുണ്ട്. ആദ്യം നമ്മൾ ആരെ പറയണം? ഈഥൈലിനെ പറയണം. അപ്പൊ 3,4 ഡൈ ഈഥൈൽ. അങ്ങനെയല്ലടാ നമ്മൾ പഠിപ്പിച്ചത്. നമ്പർ നിങ്ങൾ എങ്ങനെയാച്ചാ കൊടുത്തോ, ലോവസ്റ്റ് ലൊക്കന്റ് നോക്കിയാൽ മതി. പക്ഷെ പേര് പറയുമ്പോൾ ആദ്യം ഈഥൈലിനെ പറയണം, ആൽഫബറ്റിക്കൽ ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് IUPSC റൂൾ ഉള്ളതാണ്. 3,4 ഡൈ ഈഥൈൽ, 1,1 ഡൈ മീഥൈൽ എന്ന് പറഞ്ഞു തീരുമ്പോൾ എല്ലാ ബ്രാഞ്ചുമായി. ഇനി സൈക്ലോപെന്റൈൻ ആണ്. 5 കാർബൺ ഉള്ള സൈക്ലിക് കോമ്പൗണ്ട് സൈക്ലോപെന്റൈൻ. ഇതേപോലെ അടുത്ത കോമ്പൗണ്ട് ഒന്ന് നോക്കിയേ. 1, 2, 3 ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ പറ 1 എന്ന് എവിടെ കൊടുക്കണം? 2 ബ്രാഞ്ചുള്ള എവിടെ കൊടുക്കണം? അവിടെ അല്ലേ അപ്പൊ ലോവസ്റ്റ് ലൊക്കന്റ് കിട്ടുക. ഇനി ക്ലോക്ക് വൈസ് ഉണ്ടാവും. 3, 4, 5, 6. രണ്ടാമത്തെ പൊസിഷനിലെ ഈഥൈലിനെയാണ് ആദ്യം പറയേണ്ടത്. 2 ഈഥൈൽ, 1,1 ഡൈ മീഥൈൽ. ശരിയല്ലടാ? സൈക്ലോ ഹെക്സൈൻ എന്ന ആൻസർ വരും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കൃത്യമായി പഠിക്കണേ. വീഡിയോ ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് പുറകിലോട്ട് പോയിട്ട് ഒന്നുകൂടെ വന്നാൽ മതി. അതേ സാധനം തന്നെ പിന്നെയും കേൾക്കുമ്പോൾ തന്നെ സംഗതി മനസ്സിലാവും. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തീരാത്തതുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കൃത്യമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എടാ ഇനി ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ വരവാണ്. ഇവിടെ നോക്കിയേടാ, ഇവിടത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്ന് നോക്കിയേ. ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്ന് നോക്കിയതാ? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? നിങ്ങൾക്കറിയാവുന്നതാണ്. ക്ലോറിൻ എന്നത് നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ശരിയല്ലേ? ഏതായാലും ഇവിടെ ഒരു നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതിന് ഞാൻ 1 എന്ന് കൊടുക്കണം. 2, 3, 4, 5, 6. അപ്പൊ പേരിങ്ങനെ ഉണ്ടാകും. 1 ക്ലോറോ സൈക്ലോഹെക്സൈൻ. ശരിയല്ലേ കുഞ്ഞെ? സൈക്ലോഹെക്സൈനിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇത് അടുത്ത ആളെ നോക്കിയേ. അടുത്ത ആളെ നോക്ക്. ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. 2 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഒന്ന് ക്ലോറിൻ ആണ്, ഒന്ന് ബ്രോമിൻ ആണ്. എടാ ക്ലോറിന് 1 എന്ന് കൊടുത്താൽ ബ്രോമിന് 2 ആകും. 1, 2 എന്ന് ലൊക്കന്റ് വരും. ബ്രോമിന് 1 എന്ന് കൊടുത്താൽ ക്ലോറിൻ 2 ആവും. അപ്പൊ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എണ്ണും. ശരിയല്ലേ? അപ്പോഴും 1, 2 എന്ന് തന്നെയാണ് ലൊക്കന്റ് വരിക. അപ്പൊ ക്ലോറിന് 1 കൊടുത്താലും ബ്രോമിന് 1 കൊടുത്താലും സെയിം ലൊക്കന്റാ. സെയിം ലൊക്കന്റ് വന്നാൽ IUPSC നെയിം കൊടുക്കേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എത്രയോ കാലങ്ങളായി നമ്മൾ നേരത്തെയും പറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് ക്ലോറിനേക്കാൾ ആൽഫബറ്റിക്കലി ആദ്യം വരുന്ന ആൾ ബ്രോമിൻ ആണല്ലോ. അതുകൊണ്ട് ബ്രോമിനിന് 1 എന്ന് കൊടുക്കണം. പഠിച്ചില്ലേ? ഇനി ആന്റി ക്ലോക്ക് വൈസ് എണ്ണണം. അപ്പോഴാണ് ക്ലോറിന് ചെറിയ നമ്പർ കിട്ടുക. 3, 4, 5, 6. അപ്പൊ പേരൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചു വയ്ക്കേ. ഒന്നാമത്തെ പൊസിഷനിൽ ബ്രോമോയുള്ള 1 ബ്രോമോ, 2 ക്ലോറോ. ശരിയല്ലേ? സൈക്ലോഹെക്സൈൻ എന്നതിൽ പിന്നെ മാറ്റൊന്നുമില്ല. സൈക്ലോഹെക്സൈൻ. പഠിച്ചില്ലേ കുഞ്ഞെ? അടുത്ത ഒന്ന് നോക്കിക്കേടാ. അടുത്ത ആളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോ. ആരൊക്കെയാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ആരൊക്കെയാണ് ബ്രാഞ്ചുകൾ എന്നെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇതാരാണടാ? OH. OH പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. OH പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാ. കാര്യം OH ആ 14 ആളുകളെ ഞാൻ തന്നതിലുള്ളതാ. ഇതാരാന്ന് നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഈ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് ബ്രാഞ്ചുകളാ. ആൽക്കൈൽ ഗ്രൂപ്പാ. ആ ആൽക്കൈൽ ഗ്രൂപ്പുകൾ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു റൂള് പറഞ്ഞിരുന്നു. 2 ആളും ഒരേ കാർബണിൽ വന്നാൽ അവിടെ 1 കൊടുക്കണം എന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ 1 കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാകും. മീഥൈലിന്റെ അടുത്ത് ഒരു 1 കൊടുക്കണം, മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തെടുത്ത് 1 കൊടുത്താൽ കൊള്ളാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ പാടില്ല. 1 എന്ന് OH അറ്റാച്ച് ചെയ്ത കാർബണിന് തന്നെ കൊടുക്കണം. എന്താ സാറേ ഓരോ കുറുമ്പ്? എടാ കുറുമ്പൊന്നുമല്ല. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിന് 1 കൊടുക്കൽ നിർബന്ധ. പഠിച്ചോ? പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നിലധികം പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണോ അത് അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് നമ്പർ കൊടുക്കൽ മസ്റ്റ്. ഇതിലെങ്ങനെ എണ്ണിയാൽ 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ ഇവിടുത്തെ ലൊക്കന്റുകൾ എന്ന് പറഞ്ഞേ 1, 3, 3 ആണല്ലോ. കാര്യം 1 OH ഉണ്ട്, 3 2 ബ്രാഞ്ചും ഉണ്ട്.
അപ്പൊ ചിലർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും, സാറേ നീല കളറിൽ സാറ് എണ്ണിക്കോതാ 1 2 3 ഇങ്ങനെ എണ്ണിയാൽ നമുക്ക് 1 1 3 എന്ന് കിട്ടൂലേന്ന്. കറക്റ്റാ. കാര്യം 1 എന്ന് മീഥൈൽ ഗ്രൂപ്പിലുള്ള കാർബൺ മീഥൈൽ ഗ്രൂപ്പുള്ള കാർബണിന് കൊടുത്താലേ 2 മീഥൈൽ ഗ്രൂപ്പ് അവിടെ ഉള്ളത് കൊണ്ട് 1 1 3 എന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇതല്ലേ അവിടുത്തെ ലോവസ്റ്റ് ലൊക്കന്റ് എന്ന് നമുക്ക് തോന്നും. ഇതാണ് ലോവസ്റ്റ് ലൊക്കന്റ്. ലോവസ്റ്റ് ലൊക്കന്റ് അതന്നെ. പക്ഷെ ലോവസ്റ്റ് ലൊക്കന്റിനൊരു മിനിമം പരിഗണന വരണമെങ്കിൽ അവരെല്ലാവരും നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിരിക്കണം. ഇവിടെ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലല്ലോ, ഒരു പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ലോവസ്റ്റ് ലൊക്കന്റിന് കോയി ഫൈദ നെയ്യ്, അവിടെ വർത്താനില്ല. ലോവസ്റ്റ് ലൊക്കന്റിനെ കുറിച്ച് അവിടെ സംസാരമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന് 1 കിട്ടണം, വേറെ വർത്താനൊന്നുമില്ല. അപ്പൊ 1 എന്ന് OHന്റെ കാർബണിന് കൊടുക്കണം. അപ്പൊ ഇയാളുടെ പേരൊന്നും ആയിക്കോട്ടെ. 3ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പുകളുള്ള, ഇപ്പൊ 3,3 ഡൈമീഥൈൽ. വേർഡ് റൂട്ട് വേണം. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ സൈക്ലോബ്യൂഹെക്സ് എന്നാണല്ലോ, സൈക്ലോഹെക്സ്. സിംഗിൾ ബോണ്ടുകളാണ് AN. 1ാമത്തെ പൊസിഷനിൽ OH ഉണ്ട്, OHന്റെ സഫിക്സ് വേണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് ആണല്ലോ വേണ്ടത്, ഓൾ. അപ്പൊ പേരൊന്ന് വായിച്ചേ, 3,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സൻ 1 ഓൾ. മുമ്പ് പഠിപ്പിച്ച UPSCയുടെ റൂളുകളൊക്കെ തലയിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിക്കോട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. അടുത്ത കോമ്പൗണ്ട് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കേടാ. എന്താ അതിലെ പ്രത്യേകത? ഇതില് OH ഗ്രൂപ്പും ഉണ്ട്, NH2 ഗ്രൂപ്പും ഉണ്ട്. ആരാണടാ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്? രണ്ടാളും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ അതിലാരാ മോസ്റ്റ് ഇമ്പോർട്ടന്റ്? OH ആണ്. അപ്പൊ അതിന് 1 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പൊ ഒന്ന് പേരെല്ലാം അയച്ചു നോക്കി, പേരൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. ഇയാളപ്പോ ബ്രാഞ്ച് ആയല്ലോ, കാര്യം അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരാൾ വന്നല്ലോ. അപ്പൊ അതിന്റെ പ്രിഫിക്സ് പറയണം, 4 അമിനോ പ്രിഫിക്സ് പറഞ്ഞു. എന്നിട്ട് വേർഡ് റൂട്ട് വേണം. വേർഡ് റൂട്ട് എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്ലോഹെക്സ്. സിംഗിൾ ബോണ്ടാണ് AN. 1ാമത്തെ പൊസിഷനിൽ OH ഉണ്ട്, സൈക്ലോഹെക്സൻ 1 ഓൾ എന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് ആണല്ലോ പറയേണ്ടത്. അടുത്ത ആളെ നോക്കിക്കോ മോനെ. അടുത്ത ആളെ ശരിക്കും ശ്രദ്ധിച്ചോ. ലാസ്റ്റ് ഈ സെഷൻ ഇതില് ലാസ്റ്റത്തെ ആളല്ല, നല്ലൊന്ന് ശ്രദ്ധിച്ചോ. ഒന്ന് പറഞ്ഞേ, ഇതിൽ ആരാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്? NH2 ഉണ്ട്, CH3 ഉണ്ട്, Cl ഉണ്ട്. NH2 അല്ലടാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതല്ലേ അതിലൊരു എന്തായിട്ട് വരുന്നുള്ളൂ? NH2 മാത്രമല്ലേ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നവനുള്ളൂ. ബാക്കി എല്ലാവരും നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളും ബ്രാഞ്ചുകളും ഒക്കെയാണ്. അപ്പൊ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നും, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് 1, പിന്നെ ഇതിൽ എണ്ണിയാൽ 2 3 4 5 6 എന്ന് ചെറിയ നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ 2ാമത്തെ പൊസിഷനിലെ CH3 ബ്രാഞ്ചായി, 4ാമത്തെ പൊസിഷനിലുള്ള ക്ലോറിനും ബ്രാഞ്ചായി. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രിഫിക്സ് മാത്രമുള്ള ആളാണല്ലോ. ഇതിന്റെ പേര് മീഥൈൽ എന്ന, ഇതിന്റെ പേര് ക്ലോറോ എന്ന. ആരാടാ ആൽഫബറ്റിക്കലി ആദ്യം വരിക? ക്ലോറോ അല്ലേ, അത് ആദ്യം പറയണം, 4 ക്ലോറോ. പിന്നെന്ത് വേണം? 2 മീഥൈൽ. ഇതൊക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കണേ. സൈക്ലോഹെക്സ്, സിംഗിൾ ബോണ്ട് AN. 1ാമത്തെ പൊസിഷനിൽ NH2 ഗ്രൂപ്പ് ഉണ്ട്. എന്താടാ NH2 ഗ്രൂപ്പിന്റെ സഫിക്സ്? അമീൻ എന്നാണ്, അമീൻ. അപ്പൊ പേരൊന്ന് വായിച്ചു നോക്കിയേ, 4 ക്ലോറോ 2 മീഥൈൽ സൈക്ലോഹെക്സൻ 1 അമീൻ എന്ന് പറയുന്നതാണ് ഈ കോമ്പൗണ്ടിന്റെ നെയിം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. വീഡിയോ പോസ് ചെയ്തിട്ട് കോമ്പൗണ്ട് വരക്കുക. ഞാൻ പഠിപ്പിച്ച റൂളുകളൊക്കെ മനസ്സിൽ വിചാരിച്ചു ഒറ്റയ്ക്ക് തന്നെ ഒന്ന് പേരിട്ട് നോക്കുക. കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന പേര് ശരിയാണ് എന്നൊന്ന് ഉറപ്പുവരുത്തുക. എന്ന പോലെ തന്നെ നിങ്ങളൊരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് IUPSC നോമൻക്ലേച്ചറിന് വേണ്ടി നമ്മൾ തന്നിട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളും അതിലൊരു ക്വസ്റ്റ്യൻ പോലെ എഴുതി വെച്ചോളാം. ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കോമ്പൗണ്ടും ഒരു 60-70 കോമ്പൗണ്ടുകൾ ഉണ്ടാകും. എന്നിട്ട് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ മറ്റൊരു പേജിൽ ഇതിന്റെ പേര് ഇങ്ങനെ വെറുതെ ഇട്ട് നോക്കുക. എന്നിട്ട് നോട്ട്ബുക്ക് നോക്കിയിട്ട് ഇതിലൊക്കെ ശരിയാണ് എന്ന് ഇങ്ങനെ ഉറപ്പുവരുത്തിയാൽ പിന്നെ നോമൻക്ലേച്ചർ നിങ്ങൾക്ക് തെറ്റൂല. ആ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച പേപ്പറിൽ ആൻസർ എഴുതരുത്. അത് പിന്നെയും മാറ്റാനൊന്നും പറ്റൂല. അത് അവിടെ ഇങ്ങനെ നിന്നോട്ടെ. എല്ലാ ദിവസവും അതൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണുക, ആൻസർ വേറെ പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആൻസറുകൾ ഇങ്ങനെ 1 2 3 നമ്മൾ നമ്പറുകൾ ഉള്ളത് നമ്മളെ നോട്ട്ബുക്കിലുള്ളതുമായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. 2 കോമ്പൗണ്ട് കൂടെ ഇതിലുണ്ട്. ഇതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്താ കാര്യം എന്നറിയോ? എടാ റിങ്ങും ചെയിനും വരുമ്പോൾ ചെയിന് മോർ ഇമ്പോർട്ടൻ്റ് ആകുന്ന കേസുകൾ,
ഞാനത് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ചെയിൻ എന്താകുന്നു? മോർ ഇമ്പോർട്ടൻ്റ് ആകുന്നു. മോർ ഇമ്പോർട്ടൻ്റ് ആകുന്ന 3 കേസ് ഉണ്ട്. റിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ചെയിൻ ആകുന്ന 3 കേസ് ഉണ്ട്. ഒന്ന്, ചെയിനിൽ മോർ നമ്പർ ഓഫ് കാർബൺ ഉണ്ടാവുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കാർബണിന്റെ എണ്ണം റിങ്ങിലുള്ളതിനേക്കാൾ കൂടുതൽ ചെയിനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയിൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറഞ്ഞതാ. രണ്ടാമത്തത്, ചെയിൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ. അപ്പൊ ചെയിനിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ റിങ് സൈഡായി. ചെയിനിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ റിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല, റിങ് ബ്രാഞ്ച് ആയിട്ടേ പരിഗണിക്കുള്ളൂ. മൂന്നാമത്തത്, ചെയിനിൽ എന്തുണ്ടാവുക? പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവുക. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായാലും ചെയിൻ അവിടെ മോർ ഇമ്പോർട്ടൻ്റ് ആയി, റിങ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി. ഈ 3 കണ്ടീഷനിൽ ചെയിൻ ആണ് മോർ ഇമ്പോർട്ടൻ്റ്, ആരല്ല? റിങ് അല്ല എന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചു. ഈ 3 കേസ് വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോളണേ. എവിടൊക്കെയാണ് ചെയിൻ മോർ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഒന്ന്, ചെയിനിൽ മോർ നമ്പർ ഓഫ് കാർബൺ ഉണ്ടാകുമ്പോൾ. 2, ചെയിനിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ. 3, ചെയിനിൽ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ. അതിന് എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ 2 എണ്ണം ചെയ്യാൻ പോകുന്നത്. ഇതാ നോക്കിക്കോ, ഈ 2 കോമ്പൗണ്ട് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കോമ്പൗണ്ട്, ഇതാ ഇദ്ദേഹം കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ റിങ് ഉണ്ട്, ഒരു സൈക്ലോപെൻറ്റെയ്ൻ 5 കാർബൺ ഉള്ള റിങ് ഉണ്ട്. ഇവിടെ ഒരു ചെയിനും ഉണ്ട്. ചെയിനിൽ 2 കാർബണേ ഉള്ളൂ, പക്ഷേ ചെയിനാണ് മോർ ഇമ്പോർട്ടൻ്റ്, റിങ് ഇവിടെ ബ്രാഞ്ചാണ്. എന്താ കാര്യം? ചെയിനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ചെയിനിൽ മൾട്ടിപ്പിൾ ബോണ്ട് വന്നാൽ ചെയിനാണ് ഇമ്പോർട്ടൻ്റ്, റിങ് എന്ന് പറയുന്ന ആള് അവിടെ എന്തായി മാറി? ബ്രാഞ്ചായി മാറി. ഇവൻ ബ്രാഞ്ചാ. ഇവന്റെ പേര് ഇനി സൈക്ലോപെൻറ്റൈൽ എന്നാണ്. ബ്രാഞ്ചായി വരുമ്പോൾ അതിൽ ചേർത്താണല്ലോ പറയാ. ഇത് ഇനിയിപ്പോ റിങ് ആണല്ലോ മെയിൻ, മീൻസ് ചെയിൻ ആണല്ലോ മെയിൻ. 1, 2 കാർബൺ. ഇതിൽ ഹൈഡ്രജൻ ഒന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, ഹൈഡ്രജന്റെ എണ്ണത്തിലല്ലല്ലോ ഇപ്പൊ കാര്യം കിടക്കണേ. അപ്പൊ ഇവന്റെ പേര് ഇങ്ങനെ ഉണ്ടാകും, 1 സൈക്ലോപെൻറ്റൈൽ എത്തീൻ എന്നുണ്ടാകും. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ വന്നാൽ 2 കാർബണും ഡബിൾ ബോണ്ട് വന്നാൽ എത്തീൻ എന്നാണല്ലോ പേര്. അതുകൊണ്ട് ഇതിന്റെ മെയിൻ സാധനം കിടക്കുന്നത് എത്തീനാണ്. അതിലെ 1ാമത്തെ കാർബണിൽ ഒരു സൈക്ലോപെൻറ്റൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായി വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ മനസ്സിലായില്ല കുഞ്ഞെ? അടുത്ത നോക്കിക്കോ, ഇതാ ഇവിടെ നോക്കിക്കേ. അടുത്തത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചെയിൻ ഉണ്ട്. ചെയിനിൽ 2 കാർബണേ ഉള്ളൂ, ശരിയല്ലേ? കാർബൺ കാർബൺ, ഇത് ബ്രാഞ്ചാണ്. അവിടെ 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ആയിട്ട് പോലും അത് ബ്രാഞ്ചായി. കാര്യം എന്താ? ചെയിനിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതാരാ? OH. അപ്പൊ ആ OH അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് 2, ഇത് ബ്രാഞ്ച്. അപ്പൊ ഇതിന്റെ പേര് ഇങ്ങനെ ഉണ്ടാകും. 2ാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിന്റെ പേര് സൈക്ലോപ്രൊപ്പൈൽ എന്നാണ്. സൈക്ലോപ്രൊപ്പൈൽ. എഥനോൾ എന്ന ആൻസർ വരും. എഥനോൾ. 2 കാർബൺ ആയതുകൊണ്ട് എത്തൻ. 1ാമത്തെ കാർബണിലാണോ OH എന്നുള്ളത് കൊണ്ട് എത്തൻ 1 ഓൾ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. എത്തനോൾ എന്ന് പറഞ്ഞാൽ മതി. എത്തൻ 1 ഓൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നന്നായി, അത്ര ഉള്ളൂ. അപ്പൊ 2ാമത്തെ പൊസിഷനിൽ സൈക്ലോപ്രൊപ്പൈൽ ബ്രാഞ്ച് ഉള്ള എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. 3 കാർബൺ ഉണ്ടായിട്ട് പോലും അത് ബ്രാഞ്ച് ആയിട്ട് വരാനുണ്ടായ കാര്യം ചെയിനിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് മക്കളെ ചത്താലും മറക്കരുത്. ചെയിന് മോർ ഇമ്പോർട്ടൻ്റ് ആകുന്ന 3 കണ്ടീഷൻ: 1, ചെയിനിൽ മോർ നമ്പർ ഓഫ് കാർബൺ ഉണ്ടാവുക; 2, ചെയിൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോണ്ട്; 3, ചെയിൻ കണ്ടെയ്ൻ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഡീലല്ലേ മോനെ? ഇപ്പൊ സൈക്ലോ ആൽക്കൈനുകളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. ഇനി നമ്മൾ സംസാരിക്കുന്നത് സൈക്ലോ ആൽക്കീനിനെ കുറിച്ചാണ്. സൈക്ലോ ആൽക്കീൻ എന്ന് ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഉടനെ എഴുതി വെക്കേണ്ട ഒരു സാധനം ഇതാണ്: നമ്പേഴ്സ് 1 and 2 ഷുഡ് ബി ഗിവൺ ടു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. സൈക്ലോ ആൽക്കീൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവുമല്ലോ. ആ ഡബിൾ ബോണ്ടഡ് കാർബണുകൾക്ക് 1, 2 എന്ന് നമ്പർ കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധം ഇല്ലാത്ത സ്ഥലം ഉണ്ടോ സാറേ? ഉണ്ട്. അതെവിടെ? ഞാൻ പറഞ്ഞുതരും, വെയിറ്റ്. നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കിയാൽ അപ്പൊ 1ാമത്തെ എക്സാമ്പിൾ നോക്കിക്കോ. 1 എന്ന് ഇവിടെ കൊടുക്കണം, 2 എന്ന് ഇവിടെ കൊടുക്കരുത്. കാര്യം ഡബിൾ ബോണ്ടിലൂടെ വേണം എണ്ണാൻ. ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടിന് 1 എന്ന് കൊടുക്കുക,
എന്നിട്ട് അടുത്ത ഡബിൾ ബോണ്ടഡ് കാർബൺ 2 എന്ന് കൊടുക്കണം. ഇത് 3 എന്നേ കൊടുക്കാവൂ. 1നും 2നും ഇവിടെ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമല്ല. കാര്യം എന്താ, ഇവന്റെ പേര് സൈക്ലോപ്രൊപ്പീൻ എന്നാണ്. എവിടെയാണോ ഡബിൾ ബോണ്ട് കൊടുക്കണം അതിനെ 1 എന്നാണല്ലോ എണ്ണണേ. അപ്പോൾ പിന്നെ നമ്പർ കൊടുക്കലിന് നമ്പർ കൊടുത്തു എന്ന് കരുതി പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. ഒരു ഡബിൾ ബോണ്ട് മാത്രമേ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ബ്രാഞ്ചോ ഒന്നിലധികമോ ഡബിൾ ബോണ്ടുകൾ വരുമ്പോഴാണ് നമുക്ക് നമ്പറിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 4 കാർബൺ ആണല്ലോ അടുത്ത കോമ്പൗണ്ടിൽ. സൈക്ലിക് റിംഗ്, സൈക്ലോ, 4 കാർബൺ, ബ്യൂട്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ഈൻ, സൈക്ലോ ബ്യൂട്ടി. ഇനി നോയിക്കോട്ടെ, ഇതാ ശരിക്കും ശ്രദ്ധിച്ചോ. ഡബിൾ ബോണ്ടഡ് കാർബണിന് 1 എന്ന് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണല്ലോ പറഞ്ഞത്. മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് വരണേ. മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് നോക്ക്. ഇതാണ് മൂന്നാമത്തെ കോമ്പൗണ്ട്. ഡബിൾ ബോണ്ടഡ് കാർബണിന് 1 എന്ന് കൊടുക്കൽ നിർബന്ധമാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ 2 ഡബിൾ ബോണ്ട് കാർബൺ ഉണ്ട്. ഇവിടെ 1 കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. ഇത് രണ്ടും കൂടി 1 ആവില്ല. ഏതോ 1 ആയിട്ടുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ വെട്ടും. എങ്ങനെ എണ്ണിയാലാണ് CH3ക്ക് ചെറിയ നമ്പർ കിട്ടുക? ഇതാ ഒന്നാമത്തെ നോയിക്കോട്ടെ. ഇത് വളരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തില്ലേ. ഇനി 2 എന്ന് ഇവിടെ CH3ക്ക് കൊടുക്കാം. പക്ഷെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1 എന്ന് നിങ്ങൾ ഇവിടെ നമ്പർ കൊടുത്താൽ 2 എന്ന് ഇവിടെ കൊടുക്കൽ നിർബന്ധമാണ്. ഓർമ്മയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ഡബിൾ ബോണ്ട് കാർബണിൽ ഏതെങ്കിലും ഒരു കാർബണിന് 1 എന്ന് കൊടുത്താൽ 2 എന്ന് രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് ഇവിടെ കൊടുക്കൽ നിർബന്ധ. അപ്പൊ പിന്നെ ഇത് 3 ആയി. അപ്പൊ പിന്നെ ഇത് 4 എന്നായി. CH3ക്ക് 4 എന്നേ നമ്പർ കിട്ടുള്ളൂ. അതായത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ 1 എന്ന് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസേ എണ്ണാൻ പാടുള്ളൂ. ക്ലോക്ക് വൈസ് എണ്ണാൻ പാടില്ല. കാര്യം എന്താ, 1 എന്ന് അവിടെ കൊടുത്തുപോയി. ഇനിയിപ്പോ ഡബിൾ ബോണ്ടഡ് കാർബണിൽ കൂടെ തന്നെ എണ്ണാൻ പാടുള്ളൂ. 2 എന്ന് രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന് കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് 2 വരും, ഇത് 3 വരും, ഈ കാർബണിന് 4 എന്ന് വരും. നാലാമത്തെ കാർബണിൽ മീഥൈൽ എന്ന് പറയേണ്ടി വരും. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിലോ, അത് നോക്കിക്കോ, ഇവിടെ 1 എന്ന് കൊടുത്താൽ ഇനി 2 എന്ന് എവിടെ കൊടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താ, അത് ക്ലോക്ക് വൈസ് ആയി പോയല്ലോ. 1 എന്ന് ഇവിടെ കൊടുത്താൽ പിന്നെ 2 എന്ന് രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന് കൊടുക്കൽ നിർബന്ധ. അപ്പൊ പിന്നെ ഇവിടെ 3 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ CH3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? സ്യൂട്ടബിൾ ക്ലോക്ക് വൈസ്. 1 എന്ന് ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ കൊടുത്ത പച്ച കളറിൽ കൊടുത്ത 1 തെറ്റാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോ ഇവിടെ മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഉള്ള 3 മീഥൈൽ. ബാക്കിയുള്ള ആളെ നേരത്തെ നമ്മൾ കണ്ടതാ, സൈക്ലോ ബ്യൂട്ടീൻ എന്ന ആൻസർ വരും. കിട്ടില്ല മോനെ? അടുത്ത കോമ്പൗണ്ട് നോക്കിക്കട എല്ലാവരും. അടുത്ത കോമ്പൗണ്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 CH3 ഗ്രൂപ്പ് ഉണ്ട്, ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡബിൾ ബോണ്ടിനോട് അടുത്ത് കിടക്കുന്നത് ഈ മീഥൈൽ ഗ്രൂപ്പാ. മറ്റേത് ഡബിൾ ബോണ്ടും കഴിഞ്ഞ് ഒരു കാർബണും കൂടി കഴിഞ്ഞിട്ടാണല്ലോ ഈഥൈൽ ഗ്രൂപ്പ് വരണേ. അപ്പൊ ലോവസ്റ്റ് ലൊക്കന്റ് പ്രകാരം കൂടുതൽ ചെറിയ നമ്പർ കിട്ടാൻ മീഥൈലിന്, ഇയാൾക്ക് മുകളിലുള്ള ആൾക്ക് ചെറിയ നമ്പർ കിട്ടേണ്ടി വരും. അയാൾക്ക് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ എവിടെ 1 എന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്താൽ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാര്യം എന്താ, ഞാൻ ഇനി 2 എന്ന് ഇവിടെ കൊടുക്കാൻ നിർബന്ധിതനായി. അപ്പൊ പിന്നെ ഇങ്ങനെ താഴോട്ട് ആന്റി ക്ലോക്ക് വൈസ് എണ്ണി വരുമ്പോൾ 6 എന്നേ മീഥൈൽ ഗ്രൂപ്പിന് വരുള്ളൂ. നേരെ മറിച്ച് ഞാനിവിടെ 1 കൊടുത്താലോ 2 എന്ന് ഞാൻ ഇവിടെ കൊടുക്കാൻ നിർബന്ധിതനായി. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ തന്നെ എനിക്ക് മീഥൈൽ ഗ്രൂപ്പ് കിട്ടും. 4 ഇവിടെ വരും, 5 ഇവിടെ വരും, 6 ഇവിടെ വരും. ശരിയല്ലേ? തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള തിരിച്ചു കൊടുത്ത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് മായ്ക്കട്ടെ നമുക്ക്. എടാ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള ലൊക്കന്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പത്തെ ലൊക്കന്റ് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് 3-4 അല്ല 3-5. ശരിയല്ലേ? മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈലുണ്ട്, 5ാമത്തെ പൊസിഷനിൽ ഈഥൈലുണ്ട്. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും, ഇവിടെ 5, ഇവിടെ 6. അപ്പൊ 4ാമത്തെ പൊസിഷനിലാണ് ഈഥൈൽ ബ്രാഞ്ച് ആദ്യം വരുന്നത്. പിന്നെ 6ാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ബ്രാഞ്ച് വരുന്നത്. ഇതിൽ ഏതാ ലോവസ്റ്റ് ലൊക്കന്റ്? 3-5 ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഡബിൾ ബോണ്ടിനോട് അടുത്ത് കിടക്കുന്ന ബ്രാഞ്ച് ഏതാണ്. ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഏത് ഡബിൾ ബോണ്ടഡ് കാർബണിന് 1 എന്ന് കൊടുക്കണം. കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തതിനെ ഞാൻ ഇവിടുന്ന് മായ്ച്ചു കളയുന്നുണ്ട്. ഈ 1, 2, 3, 4, 5, 6 ഒക്കെ പോട്ടെ. അപ്പൊ ഇതാണ് ആക്ച്വൽ നമ്പറിങ്.
ഈ നമ്പറിംഗ് പ്രകാരം ഈ കോമ്പൗണ്ടിന് കിട്ടുന്ന പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പേര് പറയുമ്പോൾ പിന്നെ ആദ്യം ഈഥൈലിനെ പറയണം എന്ന് പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 5ാമത്തെ പൊസിഷനിൽ ആരുണ്ടടാ പറ? ഈഥൈലുണ്ട്. 3ാമത്തെ പൊസിഷനിൽ മീഥൈലുമുണ്ട്. ബാക്കിയുള്ള ആളെ നമുക്ക് അറിയാവുന്നതാണ്. ആരാ? സൈക്ലോഹെക്സീൻ എന്ന് പേര് പറയാം. മനസ്സിലായിട്ടില്ലേ മോനെ? സൈക്ലോഹെക്സീൻ എന്നാണ് ഇവന്റെ പേര്. അടുത്തത് ഇതേപോലെയുള്ള കോമ്പൗണ്ടാ. ഇവിടെ ഈഥൈൽ ബ്രാഞ്ചാ, ഇവിടെ മീഥൈൽ ബ്രാഞ്ചാ. ഇത് ഞാനിങ്ങനെ ആ ഈഥൈലിനും മീഥൈലിനും ഞാൻ തിരിച്ചിട്ടതാട്ടോ. ഒന്ന് ഈഥൈൽ ബ്രാഞ്ചാ, മറ്റൊന്ന് മീഥൈൽ ബ്രാഞ്ചാ. ഇതിൽ ആരാ ഡബിൾ ബോണ്ടിനോട് അടുത്ത് കിടക്കുന്നത്? ഈഥൈൽ ബ്രാഞ്ച് അല്ലേ മുകളിലുള്ളത്. കാര്യം അയാള് ഡബിൾ ബോണ്ടോട് കഴിഞ്ഞ ഉടനെയുള്ള കാർബണല്ല. മീഥൈലോ ഡബിൾ ബോണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു കാർബണും കൂടി കഴിഞ്ഞിട്ടാ. അപ്പൊ ഈഥൈൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ഈഥൈൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുക്കൽ നിർബന്ധ. അപ്പൊ ഞാൻ കഥ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഗുണം. അപ്പൊ രണ്ടാമത്തെ 2 എന്ന് ഇവിടെ കൊടുക്കൽ നിർബന്ധിതമായി. 3 എന്ന് ഈഥൈൽ ബ്രാഞ്ചിന് വരും. 4, 5, 6. പേര് പറയുമ്പോൾ ഈഥൈലിന് ആദ്യം പറയണം. 3 ഈഥൈൽ, 5 മീഥൈൽ. പഠിച്ചണേ, ശരിക്കും പഠിച്ചു വെക്കേ. ബാക്കിയുള്ള ആളെ നമുക്കറിയാം. സൈക്ലോഹെക്സീൻ എന്ന ആൻസർ വരും. ഡീലല്ലേ മോനെ? അടുത്ത കോമ്പൗണ്ട് നല്ലോണം ശ്രദ്ധിച്ചോ. ഒരു മീഥൈൽ ബ്രാഞ്ചും ഉണ്ട്, ഈഥൈൽ ബ്രാഞ്ചും ഉണ്ട്. ഇതിൽ ആരാ ഡബിൾ ബോണ്ടിനോട് അടുത്ത് കിടക്കുന്നത്? രണ്ടുപേരും ഡബിൾ ബോണ്ടിനോട് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഡബിൾ ബോണ്ടഡ് കാർബൺ നെക്സ്റ്റ് പൊസിഷനിലാണല്ലോ മീഥൈലും ഈഥൈലും ഉള്ളത്. അതുകൊണ്ട് നീ എവിടെ 1 എന്ന് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എണ്ണിയാലും നിനക്ക് കിട്ടാൻ പോകുന്ന ലോവസ്റ്റ് ലൊക്കൻറ്റ് സെയിം ആയിരിക്കും. എവിടെ എണ്ണിയാലും ഇതാ ഞാൻ ഇവിടെ 1 എന്ന് കൊടുക്കുക, ഇവിടെ 2 എന്ന് കൊടുക്കുക. അപ്പൊ ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ എനിക്ക് കിട്ടിയത് 3ലും 6ലുമാണ്. ഓപ്പോസിറ്റ് ആയിട്ട് എണ്ണിയാലും 3ലും 6ലും തന്നെ കിട്ടും. കാര്യം ഈക്വൽ ഡിസ്റ്റൻസിലെ രണ്ടും കിടക്കണേ. ലോവസ്റ്റ് ലൊക്കൻറ്റ് സെയിം ആണെങ്കിൽ പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ റൂള്. ആൽഫബറ്റിക്കലി മീഥൈലാണോടാ ഈഥൈലാണോ മോർ ഇമ്പോർട്ടൻറ്റ്? ഈഥൈലാണ്. ഈ ആണല്ലോ ആദ്യം വരിക. അപ്പൊ ഈഥൈലിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുത്ത നമ്പറിങ് കറക്റ്റാ. ഇവിടെ 1 എന്ന് കൊടുത്താൽ ഇവിടെ 2 എന്ന് കൊടുക്കൽ നിർബന്ധിതമായി. ഈഥൈലിന് 3 എന്ന് ചെറിയ നമ്പർ കിട്ടും. പേര് പറയുമ്പോൾ ഈഥൈലിന് ആദ്യം പറയണം. 3 ഈഥൈൽ പറ, 6 മീഥൈൽ. ശരിയല്ലേ? സൈക്ലോഹെക്സീൻ എന്നതിൽ മാറ്റമൊന്നുമില്ല. ഡീലല്ലേ മോനെ? അടുത്ത കോമ്പൗണ്ട് ആയിക്കോട്ടെ. ഇതിൽ എവിടെ നമ്പർ ചെയ്താലും ലോവസ്റ്റ് ലൊക്കൻറ്റ് സെയിം ആണോ അല്ലയോ? അടുത്ത കോമ്പൗണ്ട് ശരിക്കും ശ്രദ്ധിച്ചിട്ട് എഴുതണേ. ഈ കോമ്പൗണ്ടിൽ എവിടെ നമ്പർ ചെയ്താലും, എവിടെയെന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണുകൾക്കാണ്. ഇവിടെ 1 എന്ന് കൊടുത്താലും ഇവിടെ 1 എന്ന് കൊടുത്താലും ലോവസ്റ്റ് ലൊക്കൻറ്റ് സെയിം ആണോ അല്ലയോ? അല്ല. കാര്യം മുകളിലുള്ള ബ്രാഞ്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ 1 ബ്രാഞ്ചേ ഉള്ളൂ. അപ്പൊ പിന്നെ 2 ബ്രാഞ്ച് ഉള്ളതിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോഴാണല്ലോ ലോവസ്റ്റ് ലൊക്കൻറ്റ് ഉണ്ടാവുക. ലോവസ്റ്റ് ലൊക്കൻറ്റ് സെയിം ആണെങ്കിലാണടാ ഡബിൾ ബോണ്ടിന് ഈ ഈഥൈൽ എന്ന ബ്രാഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ. ഇവിടെ സെയിം അല്ല. കാര്യം എന്താ? നമ്പർ ഓഫ് ബ്രാഞ്ച് എണ്ണം കൂടുതലാ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളിടത്തേക്ക് ചെറിയ നമ്പർ കിട്ടാൻ ഇവിടെ 1 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പൊ ലൊക്കൻറ്റുകൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 3ാമത്തെ പൊസിഷനിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ 3, 3 എന്ന് വരും. പിന്നെ 6ാമത്തെ പൊസിഷനിലുണ്ട്. നിങ്ങൾ ഓപ്പോസിറ്റ് നമ്പർ കൊടുത്താൽ 3ാമത്തെ പൊസിഷനിൽ 1ഉം 6ാമത്തെ പൊസിഷനിൽ 2 എന്ന് വരും. അപ്പൊ ലോവസ്റ്റ് ലൊക്കൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുക? ആദ്യം നമ്മൾ ലോവസ്റ്റ് ലൊക്കൻറ്റ് പ്രകാരം ആദ്യത്തെ നമ്പർ നോക്കും. അത് രണ്ടിടത്തും സെയിമാ, 3, 3. അപ്പൊ അടുത്ത നമ്പർ നോക്കും, 3, 6. അതിലാരാ ലോവസ്റ്റ് ലൊക്കൻറ്റ്? 3. അപ്പൊ ഇയാളാണ് ലോവസ്റ്റ് ലൊക്കൻറ്റ്. 3, 3, 6 എന്ന് വരണം. അപ്പൊ 2 ബ്രാഞ്ച് വരുന്നത് കൊണ്ട് ആ രണ്ട് ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്ന രൂപത്തിൽ വേണം നമ്പറിങ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ കൊടുത്ത നമ്പറിങ് കറക്റ്റ് ആണ്. ഇവിടെ 1 എന്ന് കൊടുക്കണം, ഇവിടെ താഴെ 1 എന്ന് കൊടുക്കണം, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് എണ്ണണം. പറയുമ്പോൾ ഈഥൈലിനെ ആദ്യം പറയണല്ലോ. അപ്പൊ ഇവന്റെ പേരെങ്ങനെ ഉണ്ടാവുക? 6ാമത്തെ പൊസിഷനിൽ ഈഥൈലുള്ള, 3ാമത്തെ പൊസിഷനിൽ 2 മീഥൈലുള്ള ഡൈമീഥൈൽ. ബാക്കിയുള്ള ആള് സെയിം തന്നെ, സൈക്ലോഹെക്സീൻ എന്ന ആൻസർ വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ മോനെ? കറക്റ്റ് ആണേ. അടുത്തത് നോക്കിക്കോ. എന്താ വ്യത്യാസം? സൈക്ലോഹെക്സൈൻ ആണ്, പക്ഷേ സൈക്ലോഹെക്സൈൻ ഉണ്ടെങ്കിൽ 2 ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ 2 ഡബിൾ ബോണ്ടിന് നമുക്ക് നമ്പർ കൊടുക്കണേ. ദാ ഇവിടെ 1 എന്ന് കൊടുത്തോ. അപ്പൊ 2 ഇവിടെ വരും, 3 ഇവിടെ വരും, ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 6 വരും. എത്ര കാർബൺ ഉണ്ടടാ? 6 കാർബൺ. സൈക്ലോഹെക്സ്.
രണ്ട് ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഡൈഈൻ എന്ന് പറയേണ്ടി വരും. രണ്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറ. ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും 1,3 ഡൈഈൻ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പഠിപ്പിച്ചൊരു റൂള് നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ, ഡൈ എന്ന് ശേഷം വരുന്നത് കൊണ്ട് ഞാനിവിടെ സൈക്ലോഹെക്സാ എന്ന് പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. സൈക്ലോഹെക്സ് ഡൈഈൻ എന്ന് പറയാറില്ല, സൈക്ലോഹെക്സ 1,3 ഡൈഈൻ എന്നാണ് പേര് പറയാറ്. മനസ്സിലായില്ലേ മോനെ? ഞാൻ ഇതിൽ ഏതോ ഒരു കോമ്പൗണ്ട് വെറുതെ മായ്ച്ചിട്ട് ഞാൻ വേറൊരു കോമ്പൗണ്ട് കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ മായ്ക്കാൻ പറ്റുള്ളൂ, പേരുകളൊക്കെ ഇപ്പം എഴുതിയതൊക്കെ മായ്ക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് സ്പേസ് കിട്ടിയാൽ മതി. എന്നാൽ ഞാനിവിടെ താഴെ ചെയ്യാം. ഒരു കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ണുകൊണ്ട് നേരെ നോക്കിയിരുന്നോ. ഞാനൊരു കോമ്പൗണ്ട് 7 കാർബണുള്ള കോമ്പൗണ്ടാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ 7 കാർബൺ ഉണ്ട്, നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 7 കാർബൺ ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. നിങ്ങൾ നോക്കണേ, ഇതിൽ 1 എന്ന നമ്പർ കൊടുക്കാൻ എവിടെയൊക്കെ പറ്റുന്നു നോക്കിക്കോ. ഞാനിതാ ഇവിടെ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി ആന്റി ക്ലോക്ക് വൈസ് എന്നാണല്ലോ, ക്ലോക്ക് വൈസ് എന്നാണല്ലോ. അപ്പൊ 2ലും 3ലും 4ലും 5ലും 6ലും 7ലും നമ്പർ കൊടുത്തു. ഇപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വന്നത് ഏതൊക്കെയാണ്? 1ൽ വന്നു, 4ൽ വന്നു. ഇവിടെ 1, ഇവിടെ 4. ഇനി ഞാൻ വേറൊരു 1 കൊടുക്കുകയാണെ. ഞാൻ കളർ മാറ്റി കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1 കൊടുത്തു. അപ്പൊ ഞാൻ എങ്ങനെ നമ്പർ ചെയ്യുക? 2, 3, 4, 5, 6, 7 ഇങ്ങനെയല്ലേ നമ്പർ കൊടുക്കുക. അപ്പൊ ഡബിൾ ബോണ്ട് വന്ന പൊസിഷൻസ് പറഞ്ഞേ. 1ൽ വന്നു, 5ൽ വന്നു. 1, 5. പച്ചയാണോ ചോപ്പാണോ ലോവസ്റ്റ് ലൊക്കന്റ്? പച്ചയില് 1, 4 ആണ്, ചുവപ്പിൽ 1, 5 ആണ്. 1, 4 അല്ലടാ ലോവസ്റ്റ് ലൊക്കന്റ്. അപ്പൊ ലോവസ്റ്റ് ലൊക്കന്റ് നോക്കിയിട്ട് വേണം ഡബിൾ ബോണ്ടിൽ നിങ്ങൾ നമ്പർ കൊടുക്കാൻ എന്നാണ് ഞാനിപ്പോൾ ഇതിൽ ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലും പോയിട്ട് കാര്യമില്ല, ലോവസ്റ്റ് ലൊക്കന്റ് വരണം. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, ഇതിന്റെ പേര് സൈക്ലോ ഹെപ്റ്റ് എന്നാ വരിക. 7 കാർബൺ ഉള്ളത് കൊണ്ട് ഹെപ്റ്റ് മതിയാവില്ല, ഹെപ്റ്റാ വേണ്ടി വരും. ഒന്നാമത്തെയും 4ാമത്തെ പൊസിഷനിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, ഡൈഈൻ. സൈക്ലോ ഹെപ്റ്റ 1,4 ഡൈഈൻ. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ, ഇത് ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്, നമുക്ക് ഒരുപാട് ലെങ്തി വീഡിയോ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് ഇൻഡിവിജ്വലി ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരും. അടുത്ത 2 കോമ്പൗണ്ടിലുള്ള പ്രത്യേകതകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളേ. ഈ 2 കോമ്പൗണ്ടിലും ഡബിൾ ബോണ്ട് ഉണ്ട്, 2 കോമ്പൗണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാ. 2ാമത്തെ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാ. ഇതാണ് വ്യത്യാസം. നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഡബിൾ ബോണ്ടിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഡബിൾ ബോണ്ടിന് 1 എന്ന് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ ചെയ്ത കോമ്പൗണ്ടുകളിലൊക്കെ അങ്ങനെയാണല്ലോ. ഡബിൾ ബോണ്ടഡ് കാർബണിലാണല്ലോ നമ്മൾ ഇത്രയും കാലം 1 എന്ന് കൊടുത്തത്. 1, 2, 3, 4, 5, 6 എന്ന് പേര് കൊടുക്കേണ്ടി വരും. ഇവന്റെ പേര് 3 ക്ലോറോ സൈക്ലോ ഹെക്സീൻ എന്ന് പേരിടേണ്ടി വരും എന്ന് നിങ്ങൾക്കറിയാം. 3 ക്ലോറോ സൈക്ലോ ഹെക്സീൻ. ശരിയല്ലടാ? എന്നാൽ അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിച്ചോ. അടുത്ത കോമ്പൗണ്ടിൽ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ 1 എന്ന് പിന്നെ ഡബിൾ ബോണ്ടിന് കൊടുക്കാൻ പാടില്ല. ആ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് 1 കൊടുക്കണം. കാര്യം ഡബിൾ ബോണ്ടും ആ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ 13ാമത്തെ ആളാണല്ലോ. അതിനേക്കാൾ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5ഓ 6ാമത്തെയോ പൊസിഷനിൽ 7ഓ 8ഓ പൊസിഷനിൽ വരുന്ന ആളാണല്ലോ ഈ OH. അപ്പോൾ മോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളത് ആ ടേബിളിലുണ്ട്. നേരത്തെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ ആ ടേബിളിൽ ഞാൻ തന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ വീഡിയോ ഓർഡറിൽ കാണണേ. OHന് 1 എന്ന് കൊടുക്കണം. ഇനി ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എണ്ണേണ്ടത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ക്ലോക്ക് വൈസ് എണ്ണി കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് കുറെ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആന്റി ക്ലോക്ക് വൈസ് എണ്ണി കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് 2ാമത്തെ പൊസിഷനിൽ തന്നെ വരും. പേരിടൽ കർമ്മം ഭയങ്കര രസമാണ്. ശരിക്കും ശ്രദ്ധിച്ചോ. 6 കാർബൺ ഉണ്ട്, സൈക്ലോ ഗ്രൂപ്പാണ്, സൈക്ലോ ഹെക്സ്. ഡബിൾ ബോണ്ട് വന്നത് ഇവിടെ 1ാമത്തെ പൊസിഷനിലാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്ത് പറയണം. 2 ഈൻ എന്ന് പറയണം. പഠിച്ചോ?
ഹെക്സീൻ ആണ്. ആ ഹെക്സീനിലെ ഈൻ ഒന്നാമത്തെ പൊസിഷനിൽ അല്ലാത്തത് കൊണ്ട് ബാക്കി എല്ലായിടത്തും പറഞ്ഞതുപോലെ ഹെക്സീൻ ഹെക്സീൻ എന്നാണ് പറഞ്ഞു പോയാൽ പോരാ, ഹെക്സ് 2 ഈൻ എന്ന് പ്രത്യേകം പറയണം. കാര്യം ഇവിടെ ഒന്നാമത്തെ കാർബൺ വേറെ ആൾ കൊണ്ടുപോയി OH. ആ OHന്റെ സഫിക്സ് ആണല്ലോ നമ്മൾ പറയാ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബോക്സിലുള്ള കാര്യമാണ് സഫിക്സ് ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പായ OHന്റെ സഫിക്സ് ഓൾ ആണ്. ഒന്നാമത്തെ പൊസിഷനിലാണ് OH ഉള്ളത്. അതുകൊണ്ട് 1 ഓൾ. പേരൊന്ന് വായിച്ച്, സൈക്ലോഹെക്സ് 2 ഈൻ 1 ഓൾ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ക്ലോറിൻ വരുമ്പോൾ 1 എന്ന് കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടഡ് കാർബണിനാ. പക്ഷെ OH വരുമ്പോൾ 1 എന്ന് കൊടുക്കേണ്ടത് OH അറ്റാച്ച് ചെയ്ത കാർബണിനാ. അതാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പും നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. സൈക്ലോ ആൽക്കെയിൻസ് വളരെ സിമ്പിളാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഹോംവർക്ക് തരും. ആ ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരും. നിങ്ങളെല്ലാവരും വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നില്ല. എനിക്ക് അങ്ങോട്ട് അറിയാത്ത പലരും നീറ്റിനും ജെയ്ക്കും ഒക്കെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഛേദമില്ലാത്ത ഉപകാരം എന്ന നിലക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം കുട്ടികളിലേക്ക്. നമ്മളെ ചാനൽ ആ വഴി ഗ്രോ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടറാ. ആർക്കാണ് ഇഷ്ടം? വളർച്ച ആർക്കും ആഗ്രഹിക്കുന്ന സാധനമാണല്ലോ. എന്ന പോലെ നിങ്ങളൊരു തീരെ ഞങ്ങളിലേക്ക് അടുക്കാത്ത ആൾക്കാരാവരുത്. ഞാൻ നിങ്ങളോടൊരു വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതൊന്ന് കമന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഒക്കെ അതിനു വേണ്ടി ചിലപ്പോൾ സമയം ചിലവാകുമായിരിക്കും. ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ നമ്മളെ ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ നിർബന്ധമായും നിങ്ങൾ ഇതിൻ്റെ കമന്റ് സെക്ഷനിൽ ഇതിൻ്റെ ആൻസർ കമന്റ് ചെയ്യണം. ഹോംവർക്കുകൾ ഞാൻ തരുന്ന ഹോംവർക്കിന്റെ നമ്പർ ഇട്ട് ഇങ്ങനെ 1, 2, 3, 4 എന്ന് ഞാൻ നമ്പർ ഇട്ട് തരാം. ആ നമ്പറുകളുടെ ആൻസറുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമന്റ് സെക്ഷനിൽ എഴുതിയാൽ മതി. തെറ്റുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ഇട്ട് തിരുത്തി തരും. ഒന്നാമത്തെ ആളെ നോക്കിക്കേ. 4 കാർബണ, സൈക്ലോ ബ്യൂട്ട്, ട്രിപ്പിൾ ബോണ്ടാ, ഐൻ, സൈക്ലോബ്യൂട്ടൈൻ. ശരിയല്ലേ? അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. ട്രിപ്പിൾ ബോണ്ടാണ്. മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. മീഥൈൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ 1 എന്ന് ഇവിടെ കൊടുക്കണം. അപ്പൊ 2, 3, 4, 5, 6 ഇങ്ങനെ ആയിരിക്കും നമ്പറിങ് വരിക. ഇതാണ് ഹോംവർക്ക് നമ്പർ 1. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് നോക്കിക്കോ. ഇതിന്റെ പേരുകൾ ഇട്ടണേ, നമ്പറിംഗ് ഒക്കെ ഞാൻ ഇട്ട് തരാം. അടുത്ത കോമ്പൗണ്ട് നോക്കിക്കോ. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഏത് ബ്രാഞ്ചാണ് ട്രിപ്പിൾ ബോണ്ടിനോട് അടുത്ത് കിടക്കുന്നത്? മീഥൈൽ ബ്രാഞ്ചാ. അതിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ 1 കൊടുക്കേണ്ടി വരും. 1, 2, 3, 4, 5, 6. ഇതാണ് ഹോംവർക്ക് നമ്പർ 2. നെക്സ്റ്റ് കേട്ടോട്ടോ കുഞ്ഞെ. ഇവിടെ ഒരു ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്, മീഥൈൽ ബ്രാഞ്ചും ഉണ്ട്. ഈഥൈലും മീഥൈലും ബ്രാഞ്ച് വന്നാൽ ആർക്കാ ഇമ്പോർട്ടൻസ്? സെയിം ലൊക്കൻഡിലാ, രണ്ടും ട്രിപ്പിൾ ബോണ്ടിനോട് ഈക്വൽ ഡിസ്റ്റൻസിലാ. അപ്പോൾ ഈഥൈലിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ നമ്പർ പോലും കൊടുക്കുന്നില്ല. ഞാൻ ഹോംവർക്ക് നമ്പർ പഠിച്ചോ 3. ഒരു ഡയലോഗും ഇല്ല. ഹോംവർക്ക് നമ്പർ 4. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരും, ഉറപ്പായിട്ടും തിരുത്തി തരും. ഒരു ഡയലോഗും ഇല്ല. ഹോംവർക്ക് നമ്പർ 5. ഈ 5 ഈ കാണുന്ന ആളും ഒന്നാണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഹോംവർക്ക് നമ്പർ 6. എടാ, സൈക്ലോ ആൽക്കീൻ പഠിച്ചു എന്ന് ഉറപ്പിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ 6 ഹോംവർക്ക് തന്നത്. ഒന്ന് കൃത്യമായിട്ട് ഇതൊന്ന് ചെയ്യണേ, എന്നിട്ടൊന്ന് കമന്റ് ചെയ്യും. ബൈസൈക്ലോ കോമ്പൗണ്ട്സ് ചോദിക്കോ ഇല്ലേന്ന് ആലോചിച്ച് നിൽക്കണ നേരം മതി ഇതൊന്ന് പഠിക്കാൻ. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കോൺഫിഡൻസ് വലുതാണല്ലോ. പഠിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങള് ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്? ബൈസൈക്ലോ കോമ്പൗണ്ട്സ് പഠിക്കാൻ വളരെ സിമ്പിളാണ്. ബൈസൈക്ലോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാലേ 2 സൈക്ലിക് റിങ്ങുകൾ 2 പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ജോയിനിങ് പോയിന്റ് ആണ്, ഇതൊരു ജോയിനിങ് പോയിന്റ് ആണ്. അതിനെ നമ്മൾ ബ്രിഡ്ജ് ഹെഡ് എന്ന് പേര് പറയും. അതൊക്കെ ഒന്ന് എഴുതി വെച്ചോട്ടാ. ബ്രിഡ്ജ് ഹെഡ്. ഇപ്പൊ 2 സൈക്കിളുകൾ ഉണ്ടല്ലോ എടാ, ബ്രിഡ്ജ് ഹെഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ബ്രിഡ്ജ് ഹെഡ്. എടാ, അവിടെ 2 സൈക്കിൾ ഇല്ലേ? ആ 2 സൈക്കിളും ഒരു പോയിന്റിലല്ല. ഒരു പോയിന്റിലാണെങ്കിൽ സ്പൈറോ കോമ്പൗണ്ട് എന്ന് പറയാം. 2 കാർബണുകളിലായിട്ട് മെർജായിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയണേ. ഇവിടെ 3 കാർബൺ ചെയിൻ ഉണ്ട്. ബ്രിഡ്ജ് ഹെഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 കാർബൺ ചെയിൻ ഉണ്ട്. 3 കാർബൺ ചെയിൻ. ആ ഏതൊക്കെയാ ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോട്ടാ. ഇതല്ലടാ ബ്രിഡ്ജ് ഹെഡ്. ഇതാണ് അടുത്ത ബ്രിഡ്ജ് ഹെഡ്. ആ ബ്രിഡ്ജ് ഹെഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു കാർബൺ ചെയിനും ഉണ്ട്. പിന്നെ ദാ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാർബൺ ചെയിനും ഉണ്ട്. 3 കാർബൺ ചെയിനുകൾ ഉണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ എത്ര കാർബൺ ഉണ്ട് എന്നൊന്ന് എഴുതി വെക്കണം.
ലെഫ്റ്റിലൂടെ ഞാൻ എണ്ണുമ്പോൾ എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണിക്ക്. 1 2 3 4 കാർബൺ. ശരിയല്ലേ? ആ 4 കാർബൺ ആണ് ആ ചെയിനിലുള്ളത്. ബ്രിഡ്ജ് ഹെഡിനെ കൂട്ടാതെയാണ് കേട്ടോ പറയുന്നത്. ബ്രിഡ്ജ് ഹെഡിനെ കൂട്ടാതെ ആ ബ്രിഡ്ജ് കാർബണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 4 ആളുകളുടെ ഒരു ചെയിൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതി 4. റൈറ്റ് സൈഡിലൂടെ എണ്ണിയാലോ 1 2 3 4. ശരിയല്ലേ? ലെഫ്റ്റിലൂടെ എണ്ണിയാലും റൈറ്റിലൂടെ എണ്ണിയാലും 4 കാർബണുകളാണുള്ളത്. ഇനി ഒരു കുഞ്ഞൻ വര കണ്ടില്ലേ നിങ്ങൾ? ഈ ബ്രിഡ്ജിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വര. ഞാനൊന്ന് ലേസർ പോയിന്റ് വെച്ചിട്ട് കാണിച്ചിട്ടാ. ഇത് അതിലെത്ര കാർബൺ ഉണ്ടടാ? 0 കാർബൺ അല്ലേ? അങ്ങനെ ഒരു ചെയിനും കൂടി അവിടെ ഉണ്ടല്ലോ. അതിലെത്ര കാർബൺ ഉണ്ട് പറ? 0 കാർബണാ. കാര്യം എന്താ? ബ്രിഡ്ജ് ഹെഡുകൾക്ക് തമ്മിൽ നേരെ ഒരു ബോണ്ടാ, അതിൻ്റെ ഇടയിൽ വേറെ കാർബൺ ഒന്നും ഇല്ല. അപ്പൊ അതിലെത്ര കാർബൺ, ആ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ 0. പഠിച്ചില്ലേ? അപ്പൊ 4 കാർബൺ 0 കാർബൺ, ഇങ്ങനെ ഇത്രയും നമ്പർ ഓഫ് കാർബണുകളുള്ള 3 ചെയിനുകളാണ് ഈ ബ്രിഡ്ജ് ഹെഡുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞു. നിങ്ങൾ ബൈസൈക്ലോ കോമ്പൗണ്ടിൽ ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം അതാ. അതോടുകൂടെ പരിപാടി കഴിഞ്ഞു. ഇനി പേരിടൽ സിമ്പിളാ. എങ്ങനെ പേരിടുക ഞാൻ കാണിച്ചു തരാം. എടാ, ബൈസൈക്ലോ കോമ്പൗണ്ടുകൾക്കെല്ലാം പ്രിഫിക്സ് ബൈസൈക്ലോ എന്നുണ്ടാകും. ബൈസൈക്ലോ. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റില് ഈ കാർബൺ ചെയിനുകളിലെ കാർബണുകളുടെ എണ്ണം 4 4 0 എന്നാണല്ലോ. അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത് പറ? ഡിസെൻഡിങ് ഓർഡർ. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഡിസെൻഡിങ് ഓർഡർ. 4 4 0 എന്ന് ചെറുതാക്കി കൊണ്ടുവരണം. ഇപ്പൊ 3 2 1 ആണെങ്കിൽ 3 2 1 എന്ന് എഴുതണം. 5 4 6 ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ 6 5 4 എന്ന് എഴുതണം. ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. കഴിഞ്ഞു. ഇപ്പൊ ബൈസൈക്ലോ 440. ഇനി ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് എന്നുണ്ട്. ടോട്ടൽ ബ്രിഡ്ജ് ഹെഡും അല്ലാത്തതും എല്ലാം അടക്കം എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി വയ്ക്ക്. ഇവിടെ 4 5 6 7 8, പിന്നെ ബ്രിഡ്ജ് ഹെഡിലുള്ള 2 എണ്ണം. ടോട്ടൽ 10 കാർബൺ അല്ലേ? ഒന്ന് എണ്ണി വയ്ക്ക്. ഞാനൊന്ന് ലേസർ പോയിന്റ് വെച്ച് കാണിച്ചു തരാം. 1 താടാ അവിടെ ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയത്. 2 3 4 5 6 7 8 9 10. 10 കാർബൺ വന്നാലേ ഡെക്കൈൻ എന്നാണ് പറയേണ്ടത് എന്നുള്ള കോമൺ സെൻസ് ഒക്കെ നിനക്കുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ബൈസൈക്ലോ കോമ്പൗണ്ട്. ഇപ്പൊ ഇത് ബൈസൈക്ലോ കോമ്പൗണ്ട് എനിക്ക് പറയാൻ എത്ര സമയം വന്നു? 5 മിനിറ്റ് വന്നിട്ടുണ്ടാവും മാക്സിമം. അത്ര വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ത്രൂ ഔട്ട് ദി എൻറ്റയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പീരീഡിന്റെ ഒരു 3 4 5 മണിക്കൂർ ചില വിദ്യാർത്ഥികൾ ബൈസൈക്ലോ പഠിക്കണോ സ്പൈറോ പഠിക്കണോ എന്ന് ചോദിച്ച് നടക്കണ കാണാറുണ്ട്. അങ്ങനത്തെവരോട് എനിക്കൊന്നും പറയാനില്ല. വേണോ വേണ്ടെന്നുള്ള അടുത്ത കാര്യം. ഇത് പഠിക്കാൻ അത്ര സമയം ചെലവില്ല. ഇത് ഓർത്തു വെക്കാൻ പ്രയാസങ്ങളില്ല. ഓർത്തു വെച്ചാൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് വലുതാ. അഥവാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ കണ്ടാൽ, എസ്പെഷ്യലി ജെയ്ക്ക് വേണം, നിർബന്ധമായിട്ട് വേണം. കണ്ടാൽ ആൻസർ വെച്ച് കാച്ചാലോ. ഇനിയിപ്പോ ഡയറക്റ്റ് IUPAC നെയിം അല്ല ചോദ്യമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചകളാണെങ്കിലും കോമ്പൗണ്ട് എന്താണെന്ന് അറിഞ്ഞാലല്ലേ ബാക്കി പരിപാടിയുള്ളൂ. പഠിക്കണോ വേണ്ടെന്ന് ചിന്തിച്ച് നിൽക്കുന്ന നേരം പഠിക്കാനുള്ളത് ബൈസൈക്ലോ സ്പൈറോ കോമ്പൗണ്ടുകൾക്കുള്ളൂ എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് പഠിപ്പിക്കുന്നതാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. എടാ, അടുത്ത കോമ്പൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി ബ്രിഡ്ജ് ഹെഡുകളെ മനസ്സിലാക്കുകയാണ്. ഇതൊരു ബ്രിഡ്ജ് ഹെഡാ, ഇതൊരു ബ്രിഡ്ജ് ഹെഡാ. ഇനി നമ്പർ ഓഫ് കാർബൺ പറ. ഇതിലൂടെ എങ്ങനെ എണ്ണിയാൽ 4 കാർബൺ ഉണ്ട്. ഇതിലൂടെ എങ്ങനെ എണ്ണിയാൽ 2 കാർബൺ ഉണ്ട്. ഇതിലൂടെ എണ്ണിയ 1 കാർബൺ ഉണ്ട്. പേര് പറ. ബൈസൈക്ലോ. 4 2 1 എന്നതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 4 2 1 ഇങ്ങനെ ഉണ്ടാവും. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് എന്ന് ലേസർ കൊണ്ട് ഞാൻ എണ്ണി കാണിച്ചു തരാം. ഇതാ ബ്രിഡ്ജ് ഹെഡിൽ ഞാൻ 1 എന്ന് എണ്ണിട്ടോ. 1 2 3 4 5 6 7 8 9. മാറിയിട്ടില്ലല്ലോ. 9 കാർബൺ ഉണ്ട്. 9 എന്ന ആൻസർ പറയും. ഇനി സിമ്പിളായിട്ട് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. 4 2 1 കൂട്ടുക. 4 2 1 കൂട്ടിയ 7 ആണല്ലോ. അതിൽ കൂടെ 2 എണ്ണം കൂടി കൂട്ടിയാൽ ഇവിടെയുള്ള എണ്ണം കിട്ടും. കാര്യം എന്താ? ഈ 4 2 1 എന്നുള്ളതിൽ ആ ബ്രാഞ്ചുകളാണ് ഉള്ളത്, കണക്റ്റിംഗ് ലിങ്കുകൾ. പിന്നെ അതിന്റെ പുറമെ ഒരു 2 ബ്രിഡ്ജ് ഹെഡും കൂടി ഉണ്ടാകും. അപ്പൊ 4 2 1 7 പ്ലസ് പിന്നെ 2 കൂടി ഉണ്ടാവും 9. എന്ന പോലെ തന്നെ എവിടെ നോക്കിയേ 4 4 8. 8 കൂടെ 2 കൂടി കൂട്ടിയാൽ 10. സിമ്പിളാ. 2 ബ്രിഡ്ജ് ഹെഡിനെ നേരത്തെ നമ്മൾ എണ്ണീട്ടില്ലല്ലോ. അതുകൂടി കൂട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഉണ്ട്. അടുത്ത കോമ്പൗണ്ടിലെ ബ്രിഡ്ജ് ഹെഡിനെ ഒന്ന് കണ്ടേടാ. ഇതാണ് ബ്രിഡ്ജ് ഹെഡ്. ഇതാണ് അടുത്ത ബ്രിഡ്ജ് ഹെഡ്. ശരിയല്ലേ? ചെയിനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആള്. ഈ 2 സൈക്ലോ കോമ്പൗണ്ടുകളിൽ 3 ചെയിനുകൾ ഉണ്ട്. ആ 3 ചെയിനുകളിൽ എത്ര കാർബൺ ഉണ്ട് എണ്ണിക്കോ. 1 2 1 2 1 2. ഇതല്ലടാ 3 ചെയിനുകൾ.
എല്ലായിടത്തും 2 വീതം കാർബൺ ആറ്റങ്ങളാണുള്ളത്. പേരെങ്ങനെ ഉണ്ടാകും? ബൈസൈക്ലോ. 2 2 2. അപ്പൊ ടോട്ടൽ 6 കാർബൺ ആയില്ലേ? 2 കൂടി കൂട്ടിയാൽ ഒക്ടെയ്ൻ. എണ്ണി നോക്കേണ്ട കാര്യമില്ല, എണ്ണി നോക്കിയാൽ തന്നെ വരും. എൻ്റെ പൊന്നു മക്കള്, ഒന്ന് ഹൃദയം വിശാലമാക്കി ഇതൊന്ന് ഹോംവർക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾ ആ കമന്റിന്റെ താഴെ തന്നെ എഡിറ്റ് ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിന്റെ താഴെ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ താഴെ ബൈസൈക്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരും കൂടി ഒന്ന് എഴുതി. ഹോംവർക്ക് നമ്പർ 7 ഒന്ന് സെറ്റാക്കി വെക്കണേ. സ്പൈറോ കോമ്പൗണ്ട്സ്. ബൈസൈക്ലോ പഠിച്ച ആൾക്ക് സ്പൈറോ വളരെ സിമ്പിളാ. എന്താ സ്പൈറോയുടെ പ്രത്യേകത അറിയും? ഇവിടെ 2 സൈക്കിൾ ഉണ്ടാകും, പക്ഷേ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാർബണേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ സ്പൈറോ സെന്റർ എന്ന പേര് പറയാം. സ്പൈറോ സെന്റർ അല്ലെങ്കിൽ സ്പൈറോ കാർബൺ. അപ്പൊ സ്പൈറോ സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു കാർബണാ. ആ ഒരു കാർബണുമായി ബന്ധപ്പെട്ട് 2 ചെയിൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ നോക്കിയൊരു ചെയിൻ ഉണ്ടാവും, ഇങ്ങനെ നോക്കിയൊരു ചെയിൻ ഉണ്ടാവും. ആദ്യം വരച്ച ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 2 3 4 5 5 കാർബൺ ഉണ്ട്. നേരത്തെ രണ്ടാമത് വരച്ചതിൽ 2 കാർബണേ ഉള്ളൂ. അപ്പൊ പേരിടൽ കർമ്മത്തിലേക്ക് കടക്കാണ്. ശരിക്കും ശ്രദ്ധിച്ചു കണ്ടോ. സഫിക്സ് പ്രിഫിക്സ് ആയിട്ട് അവിടെ സ്പൈറോ എന്നാ പറയേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 2 നമ്പർ ആണല്ലോ പറയാനുള്ളത്, 5ഉം 2ഉം. എങ്ങനെ പറയാ? 2 5. എടാ വ്യത്യാസം മനസ്സിലായോ? നേരത്തെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലല്ലേ പറഞ്ഞത്, ഇപ്പൊ അസെൻഡിങ് ഓർഡറിലാ പറഞ്ഞത്. പിന്നെ ഒരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു. നേരത്തെ നമ്പറുകൾക്കിടയിൽ ഞാനൊരു കോമ ഇട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാ. ഇപ്പൊ ഞാൻ നമ്പറുകൾക്കിടയിൽ കോമല്ല, ഒരു കുത്താട്ടത്. ഇത് സ്പൈറോ കോമ്പൗണ്ട് ആണ്, ഒരു ഡോട്ടേ ഉള്ളൂ. ഇപ്പൊ 2 5. ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ കാർബൺ ഉണ്ടാ. ടോട്ടൽ കാർബൺ എങ്ങനെ ഉണ്ടാകും? ദണ്ഡിക്കോ. സ്പൈറോ കോമ്പൗണ്ട് ഞാൻ 1 കൊടുത്തു. അവ 2 3 4 5 6 7 8 8 കാർബണാണ് ടോട്ടൽ ഉള്ളത്. അതുകൊണ്ട് ഒക്ടെയ്ൻ എന്ന് പേര് വരും. ഒക്ടെയ്ൻ. പഠിച്ചില്ലേ? എളുപ്പവഴിയുണ്ട്. ഈ 2ഉം 5ഉം കൂട്ടുക, 7 അല്ലേ? അതിൽ ഒന്നുകൂടെ കൂട്ടുക. നേരത്തെ 2 കൂട്ടാനുണ്ടായ കാര്യം 2 ബ്രിഡ്ജ് ഹെഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 1 കൂട്ടാനുള്ള കാര്യം ഒരു സ്പൈറോ കാർബണേ ഉള്ളൂ. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എഴുതിയ നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ സ്പൈറോന്റെ ഇടപാട് സെറ്റ്. അടുത്ത കോമ്പൗണ്ട് ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട്. ഇതാണ് സ്പൈറോ കാർബൺ. 1 2 3 4 5 5 കാർബൺ ഉണ്ട്. ഇവിടെ 1 2 3 4 കാർബൺ ഉണ്ട്. പേരിങ്ങനെ ഉണ്ടാകും? സ്പൈറോ. 4.5 4 5 9 അല്ലേ? അപ്പോൾ ഒന്നുകൂടെ കൂട്ടിയാൽ ഡെക്കെയിൻ. സ്പൈറോ 4.5 ഡെക്കെയിൻ എന്ന് പേര് വരും. ഇതാണ് അടുത്ത സ്പൈറോ കോമ്പൗണ്ട്. സ്പൈറോ കോമ്പൗണ്ടിലെ സ്പൈറോ കാർബൺ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 1 2 2 കാർബൺ, 1 2 3 4 4 കാർബൺ. പേരെങ്ങനെ ഉണ്ടാവും? പറ. സ്പൈറോ 2.4 എന്നല്ലേ വരിക? 4 2 6. അപ്പൊ ഹെപ്റ്റെയിൻ. ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ ഹെപ്റ്റെയിൻ. സിമ്പിൾ അല്ലേ? അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഈ വീഡിയോയിൽ ഒരുപാട് ഇപ്പൊ ലെങ്ത് കുറച്ചായി, പക്ഷെ ഈ വീഡിയോയുടെ ഈ ലെങ്ത് നിങ്ങൾ ഇതിന്റെ ഡബിൾ ടൈം എടുത്ത് ചിലപ്പോൾ നിങ്ങൾ കാണേണ്ടി വരും. കാരണം ഒരുപാട് പോസ്റ്റിങ് ഈ വീഡിയോയുടെ ഇടയിൽ വരും. പോസ് ചെയ്താണല്ലോ നിങ്ങൾ കാണുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ടിൽ വളരെ പ്രധാനികളായ കുറച്ചാളുകളുടെ പേര് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവന്റെ ഒക്കെ പേര് കാണാൻ പഠിക്കണേ. ഇതിൽ എനിക്കൊന്നും പറയാനില്ല, എക്സ്ട്രാ ഒന്നും പറയാനില്ല. പേരങ്ങനെ പറയുന്നു, നിങ്ങളങ്ങനെ എഴുതിയെടുക്കുന്നു, കാണാതെ പഠിക്കുന്നു എന്നതിനപ്പുറം വേറൊരു പണിയില്ല. കാണാതെ എങ്ങനെ പഠിക്കുക? ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് ഇങ്ങനെ നോക്കി കാണാൻ പഠിക്കരുത് പ്ലീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളൊരു പേജിലേക്ക് മാറ്റിയിട്ട് എഴുതണം. എന്നിട്ട് ആ പേജിലുള്ളതിന്റെ ആൻസർ അങ്ങനെ എഴുതി 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 മറ്റൊരു പേജിലാണ് നിങ്ങളിത് ശീലിക്കേണ്ടത്. ഈ പറയണ പണിയെടുക്കണവനൊക്കെ എൻട്രൻസ് കിട്ടൂട്ടോ, കിട്ടാറുണ്ട്. എനിക്കത്രേ പറയാൻ പറ്റൂ. പണിയെടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ആവശ്യക്കാരാണ്. മോനെ, ഇവന്റെ പേര് ബെൻസീൻ ആണല്ലോ. ബെൻസീനിൽ OH വന്നാൽ എന്താ പേര്? ഫിനോൾ. ബെൻസീനിൽ ക്ലോറിൻ വന്നാൽ എന്താ പേര്? പറ. ക്ലോറോ ബെൻസീൻ. പെട്ടെന്ന് എഴുതിയിട്ട് വിടണേ. എത്ര അറിയണവനാണെങ്കിലും വെറുതെ എഴുതി വിട്. ഇവന്റെ പേര് നൈട്രോ ബെൻസീൻ. അറിയണതല്ലേ? OCH3 വന്നാൽ എന്താ പേര്? ഇവന്റെ പേരാണ് അനിസോൾ. എന്താ പേര്? അനിസോൾ. ബെൻസീനിൽ OCH3 വന്നാൽ അനിസോൾ എന്നാണ് പേര്. ചിലർക്ക് പുതിയതായിരിക്കും, പഠിച്ചോളണം. ബെൻസീനിൽ NH2 വന്നാൽ അനിലിൻ എന്നാണ് പേര്. അനിലിൻ. ബെൻസീനിൽ CHO വന്നാൽ ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് അറിയാവുന്ന ആളാണ്. ബെൻസീനിൽ COH വന്നാൽ പറ. ബെൻസോയിക് ആസിഡ്. നിനക്കറിയാവുന്നവരാണ് ബെൻസോയിക് ആസിഡ്. ബെൻസീനിൽ COCl. പേര് കേട്ടോട്ടാ. ബെൻസോയിൽ ക്ലോറൈഡ്. എടാ, ബെൻസൈൽ ക്ലോറൈഡ് അല്ല, ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. COCl ആണ്. Cl മാത്രമല്ലല്ലോ. Cl മാത്രമാണെങ്കിൽ ക്ലോറോബെൻസീനാ.
CH2Cl ആണെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡാ, നേരത്തെ പഠിപ്പിച്ചതാ. ബെൻസീൻ റിങ്ങിൽ CH2Cl ആണെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡാ. ഇത് COCl ബെൻസോയിൽ ക്ലോറൈഡാ, ആസിഡ് ക്ലോറൈഡ്. CONH2 അമൈഡ്, ഇവന്റെ പേര് ബെൻസനമൈഡ് എന്നാണ്. ബെൻസനമൈഡ്. സയനൈഡ് വന്നാൽ എന്താ പേര്? ബെൻസോ നൈട്രൈൽ എന്നാണ്. പഠിക്കണേ, ബെൻസോ നൈട്രൈൽ. ഡീലല്ലേ? കുറച്ചുകൂടെ കോമ്പൗണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇവനൊന്ന് പഠിച്ചു വെച്ചോ. അടുത്ത കോമ്പൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ബെൻസീൻ റിങ്ങിൽ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ എന്ന് വേണമെങ്കിൽ പേര് പറയാം. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണല്ലോ, ബെൻസീൻ റിങ്ങിൽ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. പക്ഷെ ഇതിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ ഓമനിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇവൻ വരും. ഇവന്റെ പേരാണ് ക്യുമീൻ. ഇവൻ എനിക്ക് ആവശ്യമുണ്ടേ. ഞാൻ കെമിക്കൽ പ്രോപ്പർട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ ക്യുമീനിൽ നിന്ന് ഫിനോൾ ഉണ്ടാകുന്ന പരിപാടിയൊക്കെ എനിക്കിനി പിന്നീട് പറയാനുള്ളതാണ്. ഇവിടെ ബെൻസീൻ റിങ്ങിൽ സിമ്മട്രിക്കൽ ആയിട്ട് ഒരു 3 CH3 ഗ്രൂപ്പ് കണ്ടില്ലേ? CH3. എന്റെ പേരാണ് മെസിറ്റിലീൻ. മെസിറ്റിലീൻ എന്നാണ് പേര്, പഠിച്ചേക്ക്. മെസിറ്റൈലീൻ എന്നും ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. ബെൻസീൻ റിങ്ങിലെ 6 കാർബണിലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അവിടെ എല്ലാം CH3 കൊടുത്താൽ നല്ല രസമുള്ള സ്ട്രക്ചർ ആണല്ലോ, പഠിച്ചോ. മെല്ലിറ്റീൻ എന്നാണ് ഇവന്റെ പേര്. മെല്ലിറ്റീൻ പഠിച്ചോ? ഇവന്റെ പേരെന്താ മോനെ? മെല്ലിറ്റീൻ. ബെൻസീൻ റിങ്ങിൽ 6 CH3 ഗ്രൂപ്പ്, മെല്ലിറ്റീൻ. 3 എണ്ണം സിമെട്രിക്കൽ ആയിട്ട് വന്നാൽ മെസിറ്റിലീൻ. ഇനി ഹെമി മെല്ലിറ്റീനും ടീമൊക്കെ ഉണ്ട്, എൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇത് ഇമ്പോർട്ടൻ്റാ. ബെൻസീൻ റിങ്ങിൽ 2 OH വരുന്ന 3 കേസ് ഉണ്ട്. 2 OH അടുത്തടുത്ത് വരാം, 2 OH ഒരു പൊസിഷൻ അകലെ വരാം, 2 OH 2 അകലെ, അതായത് മാക്സിമം അകലെ വരാം. 3ന് 3 പേരാ. പഠിക്കണേ. IUPAC നെയിം വേറെ ഉണ്ട്, ഇതിന്റെ കോമൺ നെയിമുകളാ പറയണേ. ഇവന്റെ പേരാണ് കാറ്റക്കോൾ. IUPACൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ബെൻസീൻ 1,2 ഡൈഓൾ എന്ന് പേര് പറയാം. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുമല്ലോ. ബെൻസീനിൽ 1ാമത്തെ 2ാമത്തെ പൊസിഷനിൽ. അപ്പൊ അടുത്ത കോമ്പൗണ്ട് ആകുമ്പോൾ 1,3 ഡയോൾ ആണ്, അടുത്തത് 1,4 ഡയോൾ ആണ്. അത്രേ അതിൽ വ്യത്യാസം വരുള്ളൂ. പക്ഷേ ഈ കോമൺ നെയിം നിങ്ങൾ കാണാൻ പഠിക്കണം, കാറ്റക്കോൾ. ഇവന്റെ പേര് റിസോൾസിനോൾ എന്നാണ്. റിസോൾസിനോൾ. 2 OHകൾ ഒരു പൊസിഷൻ അകലത്തിൽ മാത്രം വന്നാൽ അവന്റെ പേര് റിസോൾസിനോൾ ആണ്. മാക്സിമം അകലെ പാരാ പൊസിഷനിൽ, ഒരു OHന്റെ പാരാ പൊസിഷനിൽ വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ക്യുനോൾ എന്നാണ്. ക്യുനോൾ. പഠിച്ചില്ല മോനെ? ക്യുനോൾ. അടുത്തത് ബെൻസീൻ റിങ്ങിൽ 3 OH വരില്ല. പഠിച്ചേക്ക്, ജയിക്കാർ എന്തായാലും പഠിച്ചേക്ക്. 3 OHടാ. 3 OH ഇവിടെ അടുത്തടുത്താണല്ലോ വന്നത്. അപ്പൊ അതിന്റെ പേര് പൈറോഗാലോൾ എന്നാണ്. പൈറോഗാലോൾ. 3 OH അടുത്തടുത്ത് വന്നാൽ പൈറോഗാലോൾ ആണ്. 2 OH അടുത്ത് 1 OH അകലെ അങ്ങനെ വന്നാൽ അവന്റെ പേര് ഹൈഡ്രോക്സി ക്യുനോൾ എന്നാണ്. ഹൈഡ്രോക്സി ക്യുനോൾ. സിമ്പിളാ. ക്യുനോളിനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇവനല്ലടാ ക്യുനോൾ. ആ ക്യുനോളിൽ 1 OH ഗ്രൂപ്പ് കൂടെ എക്സ്ട്രാ വന്നു. അപ്പൊ ഹൈഡ്രോക്സി ക്യുനോൾ എന്നിവന്റെ പേര് വരും. പഠിച്ചില്ലേ? അടുത്ത നോക്കിക്കേ. 3 OH അകലെ അകലെ വന്നു. ഒന്നൊന്നിനോട് തട്ടി നിൽക്കാതെ മെസിറ്റിലീനിൽ നേരത്തെ CH3 ഗ്രൂപ്പ് വന്ന പോലെ 3 OH വന്നാൽ അവന്റെ പേര് ഫ്ലൂറോഗ്ലൂസിനോൾ എന്നാണ്. ഫ്ലൂറോഗ്ലൂസിനോൾ. മോനെ പക്ക എൻട്രൻസ് ലെവലിലുള്ള ക്ലാസ് ആണ്. നല്ല കണ്ടന്റ് ഞാൻ തരുന്നുണ്ട്, നിങ്ങളത് പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം പ്ലീസ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ. ഇടക്കിടക്ക് ഫോണൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ വാൾപേപ്പർ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചോ. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ തരാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാൾപേപ്പർ ആക്കിക്കോ. എന്തിനാണ് അറിയാം? തുറക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാനുള്ളതാണെന്ന് ഇങ്ങനെ ഓർമ്മ വരാൻ. എന്നാലേ എൻട്രൻസ് കിട്ടുള്ളൂ. ഒരുപാട് മെഡിക്കൽ കോളേജ് ഒഴിഞ്ഞു നടക്കണമെന്നും ഇല്ലല്ലോ കേരളത്തിൽ. നമ്മൾ പണിയെടുക്കണോടാ, നമ്മൾ പണിയെടുക്കണം. അടുത്തത് നോക്കിക്കോട്ടാ. ഇതാ ഇയാളുടെ പേര്. IUPAC നെയിം നിങ്ങൾക്ക് ഇടാൻ പറ്റും, കാര്യം ഇവിടെ 1 എന്ന് കൊടുത്താൽ മതി. ഇവിടെ 2 എന്ന് കൊടുത്താൽ 2ാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സി ഉള്ള 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എന്ന് ഇതിന് പേര് പറയാൻ പറ്റും. നിങ്ങൾ എഴുതിക്കോ, 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. ഇവന്റെ പേരെന്തായിരിക്കും? 2 ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ശരിയല്ലേ? ബെൻസാൽഡിഹൈഡ്. കാര്യം ഇവിടെ COOH ഗ്രൂപ്പിന് പകരം CHO ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിനും 2 ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡിനും ഒരു കോമൺ നെയിം ഉണ്ട്. രണ്ടിനും കൂടി ഒരു കോമൺ നെയിം അല്ല, 2 ഡിഫറെന്റ് കോമൺ നെയിം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവന്റെ പേരാണ്
സാലിസിലിക് ആസിഡ്. പഠിക്കണേ, സാലിസിലിക് ആസിഡ്. അപ്പൊ ഇവന്റെ പേരോ സാലിസിൽ ആൽഡിഹൈഡ്. പഠിച്ചില്ലേ? ഒന്ന് സാലിസിലിക് ആസിഡും മറ്റൊന്ന് പറ സാലിസിൽ ആൽഡിഹൈഡും. വളരെ ഇമ്പോർട്ടൻ്റ് ആ. കെമിക്കൽ റിയാക്ഷൻസ് ഇനിയും ഒരുപാട് വരും. ഞാൻ പറഞ്ഞു അരോമാറ്റിക് കോമ്പൗണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ പുതിയ പുതിയ വാക്കുകൾ പരിചയപ്പെടുത്തലല്ലാതെ IUPACയുടെ റൂളുകൾ കയറി വരുന്നില്ല. അതുകൊണ്ട് പഠിച്ചോളാം. ഇവന്റെ പേര് താലിക് ആസിഡ് എന്നാ. താലിക് ആസിഡ്. ആരാ താലിക് ആസിഡ്? ബെൻസിൻ റിംഗിൽ 2 COH അടുത്തടുത്ത പൊസിഷനിൽ വന്നാൽ താലിക് ആസിഡ് ആണ്. എന്നാൽ ബെൻസിൻ റിംഗിൽ 2 COH അകലെയുള്ള പൊസിഷനിൽ വന്നാൽ അതിന്റെ പേര് ടെർതാലിക് ആസിഡ് എന്നാണ്. ടെർതാലിക് ആസിഡ്. പഠിച്ചില്ലേ? താലിക് ആസിഡ് തന്നെ, പക്ഷേ ടെർ എന്ന് എക്സ്ട്രാ വരും. 2 COH പാരാ പൊസിഷനുകളിലായിട്ടാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. ബെൻസീൻ റിംഗില് OH ഉണ്ട്, CH3 ഉണ്ട്. അപ്പൊ അവന്റെ പേര് ക്രസോൾ എന്നാ. ഓമന പേരാണ് ക്രസോൾ. IUPAC നെയിം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. 2-methyl phenol എന്ന് പേര് വരും. 1 2 സോറി, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 കൊടുത്താൽ രണ്ടാമത്തെ പൊസിഷനിൽ CH3 ഉണ്ട്. മൊത്തത്തിൽ ബെൻസിൻ റിംഗിൽ ഒരു OH ഉണ്ട്. ബെൻസിൻ റിംഗിൽ OH വന്ന ഫീനോൾ എന്നാണല്ലോ പേര്. അപ്പൊ ഇവന്റെ IUPAC നെയിം 2-methyl phenol എന്നാ വരിക. 2-methyl phenol. പക്ഷെ ഇവന്റെ കോമൺ നെയിം ക്രസോൾ എന്ന്. അപ്പൊ അവനും ക്രസോളാണ്, ഇവനും ക്രസോളാണ്, ഇവനും ക്രസോളാണ്. എന്താ വ്യത്യാസം? ഇത് ഓർത്തോക്രസോൾ, ഇത് മെറ്റാക്രസോൾ, ഇത് പാരാക്രസോൾ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. OHന്റെ റിലേറ്റീവ് ആയിട്ടുള്ള CH3യുടെ പൊസിഷനാണ് നോക്കിയത്. OHന്റെ ഓർത്തോ പൊസിഷനിലാണ് CH3. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ബെൻസീൻ റിംഗിന്റെ 3 പൊസിഷൻസ്. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൊസിഷനെ ഓർത്തോ, ഇത് മെറ്റ, ഇത് പാരാ, ഇത് മെറ്റ, ഇത് ഓർത്തോ എന്നാണ് പേര് പറയാ എന്ന് നമുക്കറിയാം. തൊട്ടടുത്തുള്ളത് ഓർത്തോ, 2 സൈഡും. അത് കഴിഞ്ഞുള്ള മെറ്റ, നേരെ ഓപ്പോസിറ്റ് ഉള്ള പാരാ. അപ്പൊ എല്ലാം ക്രസോൾ തന്നെ. ആരാ ക്രസോൾ? ബെൻസിൻ റിംഗിൽ OHും CH3യും കൂടി വരിക. പക്ഷെ റിലേറ്റീവ് പൊസിഷൻ ഓഫ് OH ആൻഡ് CH3 കമ്പയർ ചെയ്ത് ക്രസോൾ 3 വിധത്തിലുണ്ട്. ആരൊക്കെയാണ്? ഓർത്തോക്രസോൾ, മെറ്റാക്രസോൾ, പാരാക്രസോൾ. അടുത്ത നോക്കിക്കോ, CH3NH2 ആണോടാ. CH3NH2. CH3NH3 വന്നാൽ ടൊളുവിഡീൻ എന്നാണ് ഇവന്റെ പേര്. എന്താ പേര്? ടൊളുവിഡീൻ. ടൊളുവിൻ അല്ല, ടൊളുവിഡീൻ. CH3 വന്നാൽ ടൊളുവിൻ, NH2 കൂടി വന്നാൽ ടൊളുവിഡീൻ. അപ്പൊ ഇവനും ടൊളുവിഡീനാ, ഇവനും ടൊളുവിഡീനാ. വ്യത്യാസം എന്താ? ഇത് ഓർത്തോ ടൊളുവിഡീൻ, ഇത് മെറ്റാ ടൊളുവിഡീൻ, ഇത് പാരാ ടൊളുവിഡീൻ. അത്രേ ഉള്ളൂ. റിലേറ്റീവ് പൊസിഷൻസ് വെച്ച് നോക്കിയാൽ മതി. അടുത്ത കോമ്പൗണ്ട് ഞാൻ നിങ്ങൾക്ക് IUPAC നെയിം പരിശീലിക്കാൻ വേണ്ടിയിട്ട് കുറെ കോമൺ നെയിം ഇങ്ങനെ പറയുമ്പോഴേ IUPAC നെയിം തീരെ വിട്ടുപോകരുത് എന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. OH അല്ലടാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ക്ലോറിൻ ഇവിടെ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് OH അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുക്കണം. രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട് എന്ന് ആദ്യം പറയണം. 2 ക്ലോറോ. OH ഉള്ള ബെൻസിൻ ഇങ്ങനെ ഫീനോൾ എന്നല്ലടാ പേര് പറ. ഫിനോൾ. 2 ക്ലോറോ ഫിനോൾ. പഠിച്ചില്ലേ? അടുത്ത കോമ്പൗണ്ട് നോക്കിക്കോ. മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്, ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ OH ഉണ്ട്. മോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് OH. 1 എന്ന് ഇവിടെ കൊടുത്തു, 2 എന്ന് ഇവിടെ കൊടുത്താലേ ചെറിയ നമ്പറുകൾ കിട്ടുള്ളൂ. 3 4. മൂന്നാമത്തെ പൊസിഷനിലെ ഈഥൈലിനെ ആദ്യം പറയണം. 3 ഈഥൈൽ, 4 മീഥൈൽ. ബാക്കിയുള്ള ആളെ കണ്ടാൽ അറിയാം ഫീനോളാണ്. അടുത്തതും അതെ. OH ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്, NH2 ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് OH അറ്റാച്ച് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുത്താൽ നാലാമത്തെ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. 4 അമിനോ ഫിനോൾ. 4 അമിനോ ഫിനോൾ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൻസീൻ റിംഗ് സൈഡ് ആകുന്ന കാഴ്ചയാണ്. ബെൻസീൻ റിംഗ് ബ്രാഞ്ച് ആയിട്ട് വരും. എപ്പോന്നറിയോ? ചെയിനിൽ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. ഡബിൾ ബോണ്ടോ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ, ചെയിനിൽ ഉണ്ടെങ്കിൽ ബെൻസീൻ റിംഗ് പിന്നെ ബ്രാഞ്ചാ. ഇവനിപ്പോ ഒരു ബ്രാഞ്ചായി. ബെൻസീൻ റിംഗ് ബ്രാഞ്ച് ആയിട്ട് വന്നാൽ എന്താ പേര് അറിയോ? ബെൻസൈൽ എന്നല്ല, ഫിനൈൽ എന്നാണ്. മറക്കരുത്. ആ ബ്രാഞ്ചിന്റെ പേര് ഫിനൈൽ എന്നാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് ആണല്ലോ ഇവിടെ ഇപ്പൊ ബെൻസീൻ റിംഗിനെ സൈഡ് ആക്കിയത്. കാര്യം ഡബിൾ ബോണ്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. അതുകൊണ്ട് ബെൻസീൻ റിംഗ് ഇവിടെ 3ാമത്തെ പൊസിഷനിലാണ്. 3ാമത്തെ പൊസിഷനിൽ ബെൻസീൻ റിംഗ് ഉള്ള 3 ഫിനൈൽ പ്രൊപ്പ് 3 കാർബൺ ഉണ്ട്. 1ാമത്തെ പൊസിഷനിൽ ഈനും ഉണ്ട്. 3 ഫിനൈൽ പ്രൊപ്പ് 1 ഈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ വൃത്തിയുള്ള പേര്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞെ? അടുത്ത നോക്കിക്കോ. OH മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാ. അതുകൊണ്ട് അതിന് 1 കൊടുക്കണം. ഇവിടെ 2 എന്ന് കൊടുക്കുമ്പോൾ ബെൻസീൻ റിംഗ് സൈഡായി. രണ്ടാമത്തെ പൊസിഷനിൽ ഫിനൈലുള്ള
2 കാർബൺ എത്തൻ സിംഗിൾ ബോണ്ട് എന്ന് ചേർത്തത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ്. OHന്റെ സഫിക്സ് എന്താ? എത്തനോൾ. 2-ഫിനൈൽ എത്തനോൾ. അപ്പൊ ബെൻസീൻ റിങ് സൈഡ് ആകുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ചെയിനിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയിനിൽ മോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. 2 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്യുന്ന ഇവന്റെ പേരെന്താ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളവനാണ്. ഇവന്റെ പേരാണ്, ഇത് കാണാതെ പഠിക്കാനുള്ള ആളാണ്, നാഫ്തലീൻ. നാഫ്തലീൻ ഒരു സബ്ലൈമബിൾ സോളിഡ് ആണ്. വെറുതെ തുറന്നു വെച്ചാൽ തന്നെ ഗ്യാസ് ആയി പോകാൻ സാധ്യതയുള്ള സോളിഡാണ്, നമ്മുടെ കർപ്പൂരം പോലെ. 3 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്യുന്ന 2 കോമ്പൗണ്ടിന്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നോക്കിക്കേ, 3 ബെൻസീൻ റിങ് നേരെ കുട്ടപ്പന്മാരായി ഫ്യൂസ് ചെയ്ത് നിന്നാൽ അവന്റെ പേര് ആന്ത്രസീൻ എന്നാണ്. ആന്ത്രസീൻ. 2 ബെൻസീൻ റിങ് നേരെ മൂന്നാമൻ അവന്റെ തലന്റെ മേലെ, ഇവന്റെ പേര് ഫിനാൻത്രീൻ എന്നാണ്. ഫിനാൻത്രീൻ. ആന്ത്രസീനും ഫിനാൻത്രീനും ആരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് എണ്ണി പഠിച്ചാൽ പരിപാടി തോന്നും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലോ കോമ്പൗണ്ട്, സൈക്ലോ ആൽക്കീന്, സൈക്ലോ ആൽഖൈന്, ഇതിൻ്റെ ഒക്കെ ഡിഫറെന്റ് എല്ലാ മുക്കുമൂലയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം സൈക്ലിക് കോമ്പൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയെല്ലാം സൈക്ലിക് കോമ്പൗണ്ട് ബ്രാഞ്ച് ആണ്, അരോമാറ്റിക് കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ സ്പൈറോ കോമ്പൗണ്ട്, ബൈസൈക്ലോ കോമ്പൗണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മക്കളെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നമ്മുടെ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിലോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, CM അക്കാഡമി വക നിങ്ങൾക്ക് ഈ വർഷത്തെ എൻട്രൻസിനുള്ള എല്ലാ സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ടെലഗ്രാം ചാനലിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.